ബഹുനിരായ നമ്മുടെ പ്രൗഢമായ വേദിയിൽ ധന്യമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത ബഹുനിരായ TS ഇബ്രാഹിം കുട്ടി ഉസ്താദ് അവർകൾ ഇവിടെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ഇവിടെ ഈ ഒരു പരിപാടിക്ക് സ്വാഗത ഭാഷണം നടത്തിയ ബഹുനിരായ നാസർ കാണാമ്പൻ, ഇവിടെ നമ്മുടെ പരിപാടിക്ക് അധ്യക്ഷപദം അലങ്കരിക്കേണ്ടിയിരുന്ന ബഹുനിരായ പാലത്തായി മൊയ്തു ഹാജി, അതേപോലെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രൊഫസർ മെഹ്മൂദ് സാഹിബ് കുറ്റുപുറത്ത്, മെഹ്മൂദ് സാഹിബ്, മുഹമ്മദ് ഫൈസി പാലക്കോൾ, അബൂബക്കർ യമാനി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നിരന്തരമായിട്ടുള്ള ഇങ്ങനൊരു സംഘാടകർ പൊതുവെ കാണാറില്ല. വിളിച്ചിട്ട് ഇങ്ങനെ സൈക്കിളായിക്കൊണ്ടുണ്ട്. എത്ര മണിക്ക് തുടങ്ങിയതാന്ന് വെച്ചാൽ സുബഹിക്ക് അത്തായത്തണിക്കും കൊണ്ട് ഫോൺ വരുന്നത്, ഉസ്താദ് വിട്ടോന്ന്. ഞാൻ ചോദിച്ചെന്ത് എറണാകുളത്താണ് പരിപാടി, അത്തായം കഴിക്കുന്ന സമയത്ത് തന്നെ വിടാൻ. കോഴിക്കോട്ടേക്ക് വിട്ടത് 5:30-ക്കാണ്. ഞങ്ങളെ ഇവിടെ തലശ്ശേരിക്ക് അത്തായത്തിന് തന്നെ വിടണമെന്ന് ചോദിച്ചു. പിന്നെ ഉണ്ടെങ്കിൽ നിരന്തരമായി പറയും. ഞാൻ പറഞ്ഞു സമയമാകുമ്പോൾ ഞാൻ നിങ്ങൾ പേടിക്കേണ്ടാന്ന്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അതേപോലെ വേദിയിലുള്ള സ്വാലിഹ് മാസ്റ്റർ, സുഹൈൽ മേക്കുന്ന്, അതേപോലെ വളരെ മനോഹരമായ ഒരു സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മമാരെ, ഉപ്പമാരെ, രക്ഷിതാക്കളെ, സഹോദരിമാർ ഒരുപാട് പേരുണ്ടല്ലോ മാഷാ അല്ലാഹ്. പിന്നെ ടെക്സ്റ്റൈൽസിലും മാളിലൊക്കെ ചെലവഴിക്കേണ്ട നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു സദസ്സിൽ നിങ്ങൾ വന്നു. മാഷാ അല്ലാഹ്. അള്ളാഹു ഇതേപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ സംഘാടകരുടെ ഈ ഒരു പരിപാടി ഇതുകൊണ്ട് തന്നെ വിജയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എവിടെയോ പോയിരിക്കേണ്ട കുറേ പെണ്ണുങ്ങളെ ഇൽമിൻ്റെ സദസ്സിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിശുദ്ധമായ റമളാൻ വിട പറയാനിരിക്കുന്ന ഈ ഒരു സമയത്ത് അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും പരിശുദ്ധ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുകയും ചെയ്ത് ഇവിടേക്ക് കടന്നു വന്ന എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇൽമിനെ സ്നേഹിക്കുകയും ദീനിനോട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു വേദിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അള്ളാഹു അവരുടെ അസുഖങ്ങൾ അള്ളാഹു പൂർണ്ണമായി ശിഫപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. എത്ര വലിയ അസുഖമാണെങ്കിലും ഏത് ഡോക്ടർമാർ കൈയൊഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ അടുത്താണ് ശിഫ. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഫമാ ഹാലുൽ അത്വിബ്ബ അല്ലെങ്കിൽ ഫമാ ബാലുൽ അത്വിബ്ബ, എന്തിനാണ് റബ്ബേ ഡോക്ടർമാരെ എന്ന് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. നീയാണല്ലോ ശിഫ നൽകുന്നത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അവരുടെ ജോലി ചെയ്തു, അവർ ഭക്ഷണം കഴിക്കുന്നു, ശിഫ നൽകുന്നത് ഞാനാണ്, പൂർണ്ണമായിട്ടും ശിഫ നൽകുന്നത് ഞാനാണ്, എൻ്റെ കയ്യിലാണ് ശമനം എന്നല്ലാഹു പറഞ്ഞതുപോലെ ഡോക്ടർമാർ എന്ത് വിധി എഴുതിയാലും പടച്ച റബ്ബിൻ്റെ കയ്യിലാണ് ശിഫ എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്ത് ലോകത്തിൽ നിന്ന് പൂർണ്ണമായി ശിഫ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. അള്ളാഹുവെ നീ അവർക്കൊക്കെ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ അവർക്കൊക്കെ നീ പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ ഉമ്മമാരുണ്ട്, ഒരുപാട് നല്ല സഹോദരങ്ങളുണ്ട്. നോമ്പ് നോറ്റുകൊണ്ട് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പകലിൽ രാത്രി മുഴുവനും ഹയാത്താക്കി, രാത്രി മുഴുവനും ഉറങ്ങാതെ ചെലവഴിച്ചു പകലിലും നിനക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഈ പാവികളായ മുഅ്മിനീങ്ങളായ ആളുകളുടെ ആത്മാർത്ഥമായ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ രോഗികൾക്ക് നീ പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ റബ്ബേ, ആരോഗ്യം നൽകണേ റബ്ബേ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മഹ്ശറയുടെ ഭീകരമുഖം എന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഭീകരമുഖങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നല്ലൊരു ഹെൽത്തി ബോഡി ആയിരിക്കണം, അല്ലേ?
ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ്, നല്ല ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരു ഭീകരതയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഫിയത്ത് വെച്ചിട്ട് കഴിയുന്ന രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ നമ്മൾക്ക് പരിശുദ്ധമായ റമളാൻ വിട പറയാൻ പോവാണ്. അതിലൂടെ ഇങ്ങനെ കടന്ന് ഞാൻ വിഷയത്തിലേക്ക് കയറാണ്. കണ്ടിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ റമളാൻ വിട പറയാനിരിക്കുമ്പോൾ ആ ഒരു വിഷയത്തിലൂടെ കടന്നുപോയി എൻ്റെ വിഷയം ഞാൻ മഹ്ശറയിലേക്ക് ഇങ്ങനെ കയറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റമളാൻ വിട പറയാനിരിക്കുകയാണ്. ഈ റമളാൻ വിട പറയുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പരിശുദ്ധമായ റമളാൻ വിട പറയുന്നു. ചെറുപ്പക്കാരൊക്കെ ഇനി പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ലൈലത്തുൽ ഖദ്ർ 27 കഴിഞ്ഞു, റമളാൻ 27 കഴിഞ്ഞു എന്ന് വിചാരിച്ച് പരിശുദ്ധമായ മുസ്ഹഫുകൾ പൂട്ടി ഷെൽഫിൽ വെച്ച ആളുകൾ വരെ ഒരുപക്ഷെ ഈ ഒരു സദസ്സിൽ ഇരിക്കുന്നുണ്ടാകും. ഇനി അടുത്ത റമളാനിൽ തുറന്നാൽ മതി, നിസ്കാര കുപ്പായങ്ങൾ അതടുത്ത റമളാനിൽ തുറന്നാൽ മതി എന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ലൈലത്തുൽ ഖദ്ർ ഇനിയും ഒരു ദിവസം കൂടി നമ്മൾക്ക് ബാക്കിയുണ്ട്. 29 രാത്രിയാണത്. ഒരുപക്ഷേ നമ്മൾ 27 വരെ നന്മ ചെയ്തു. 27 ശേഷം ഇനി നമ്മൾ ഭൗതികതയുടെ പിന്നാലെയോ ദുനിയാവിൻ്റെ പിന്നാലെയോ ആഘോഷങ്ങളുടെ പിന്നാലെയോ പോകുമ്പോൾ നമ്മുടെ റമളാൻ നഷ്ടപ്പെടുമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബാക്കളൊക്കെ അവർക്ക് വർഷം മുഴുവനും റമളാനായിരുന്നു. നമ്മൾക്കാകെ ഒരു 7 ദിവസമാണ് റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾക്ക് വർഷം മുഴുവനും റമളാനാണ്. നമ്മൾക്കാകെ ഒരു 7 ദിവസം. അവര് റമളാൻ വരുന്നത് 6 മാസം മുമ്പ് ദുആ ചെയ്ത്, പടച്ചോനെ നീ ഞങ്ങൾക്ക് റമളാൻ എത്തിച്ചു തരണമെന്ന് 6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങി. നമ്മളോ 2 മാസം മുമ്പ് പള്ളിയുടെ ഉസ്താദുമാര് ദുആ ചെയ്തു, നമ്മൾ ആമീൻ പറഞ്ഞു. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരോ ഒരു തഹജ്ജുദിന് ശേഷമോ അല്ലെങ്കിൽ ഒരു സുന്നത്ത് നിസ്കാരത്തിന് ശേഷമോ അള്ളാഹുവിലേക്ക് മനമുരുകി കൈ ഉയർത്തി നമ്മൾ ഇന്നേ വരെ ഒരാളും ദുആ ചെയ്തിട്ടുണ്ടാവില്ല, അള്ളാഹു എനിക്ക് നീ റമളാനിൽ ഒരുപാട് അമല് ചെയ്യാൻ തൗഫീഖ് ചെയ്യണമെന്ന്. ഉസ്താദുമാരിങ്ങനെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ദുആ ചെയ്യാണ്. ഒരു പക്ഷേ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ആ ഒരു ദുആ മറന്നെന്ന് വരാം. പക്ഷേ സ്വഹാബാക്കൾ അങ്ങനെയല്ല. അവര് 6 മാസം മുമ്പ് ദുആ ചെയ്ത്, പടച്ചോനെ നീ ഞങ്ങൾക്ക് റമളാൻ തരണമെന്ന്. അപ്പോൾ 6 മാസം മുമ്പ് ചിന്തിക്കാൻ തുടങ്ങി. ഇനി റമളാൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത 6 മാസം അവരുടെ ദുആ, അല്ലാഹുവേ എൻ്റെ റമളാൻ നീ സ്വീകരിക്കണമെന്നാണ്. അല്ലാഹുവേ നീ എൻ്റെ റമളാൻ സ്വീകരിക്കണമെന്ന് റമളാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസം ദുആ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം മുഴുവനും റമളാനിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന മഹാന്മാരായ സ്വഹാബാക്കൾ, അവരുടെ പാത നമ്മൾ പിൻപറ്റാൻ ഒരു 7 ദിവസത്തിൽ ചുരുക്കല്ല. 7 ദിവസം ചുരുക്കി പിന്നെ ആഘോഷങ്ങളാണ്, പിന്നെ ആഭാസങ്ങളാണ്, പിന്നെ തോന്നിവാസങ്ങളാണ്. എന്തേ പരിശുദ്ധമായ ഒരു അനുഗ്രഹീതമായ ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ പോലീസുകാർ ജമാഅത്ത് കമ്മിറ്റിയുമായി സംസാരിച്ച് നിങ്ങൾ പള്ളിയിൽ പ്രഭാഷണം നടത്തണമെന്ന് പറയേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ നയിച്ചതാരാണ്? തമാശയല്ല. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ മഹലിലേക്ക് പോലീസുകാരൻ വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ജുമഅക്ക് ശേഷം ആഭാസങ്ങളെക്കുറിച്ച്, പെരുന്നാൾ നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ച്, അമിതമായി നടത്തുന്ന തോന്നിവാസങ്ങളെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിക്കണമെന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ ഇത്രയും മഹത്വമായ മഹനീയമായ ഒരു ദിവസത്തെ, ഇത്രയും നല്ല അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിച്ചു തന്ന പവിത്രമായ ഒരു ദിവസത്തെ ഒരു പേടിപ്പെടുത്തുന്ന ദിവസമാക്കി നമ്മൾ മാറ്റിയോ? നമ്മുടെ പോലീസുകാരുടെ മനസ്സിലേക്ക് വരെ ഇങ്ങനെ ഒരു ചിന്ത വരാൻ ആരാണ് കാരണക്കാരൻ? നമ്മളാൽ കഴിയുന്ന നന്മ പരിശുദ്ധമായ ദീനിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യരുത്. പക്ഷേ ദീനിന് നമ്മളായിട്ടൊരു കോട്ടമുണ്ടാക്കരുത്. ബദറിന്റെ രണാങ്കണത്തിൽ വാളില്ലാതെ, പരിചയില്ലാതെ, ഭക്ഷണമില്ലാതെ, വീടും സ്വത്തും സമ്പത്തും സന്താനവും എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിന്റെ കലിമത്ത് അഷ്ടദിക്കുകളിൽ പാറിപ്പറക്കണമെന്ന അമിതമായ ആഗ്രഹത്തോടെ ആവേശത്തോടെ യുദ്ധം ചെയ്ത് ശരീരത്തിൽ നിന്ന് കൈകാലുകൾ വെട്ടി നുറുക്കി നിലത്ത് വീണിട്ടും രക്തങ്ങൾ ഇറ്റി വീണിട്ടും പതറാതെ പാദത്തോടെ ചിതറാത്ത
ചിത്തത്തോടെ അള്ളാഹുവിന് വേണ്ടി പോരാടി പരിശുദ്ധമായ ദീനിനെ നമ്മൾക്ക് സമ്മാനിച്ചു. നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. എന്നിട്ട് ആ ദീനിനെ നമ്മളായിട്ട് നശിപ്പിച്ച് കളയരുത്. അന്യമതസ്ഥർക്കിടയിൽ, അന്യ സമൂഹത്തിന്റെ ഇടയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുഗ്രഹീത ദിവസങ്ങളെ കുറിച്ച് കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഓർമ്മകൾ നൽകരുത് നമ്മൾ. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആഘോഷിക്കാനും ആഭാസങ്ങൾ കളിക്കുവാനും തോന്നിവാസങ്ങൾ കളിക്കുവാനും റൈസ് ചെയ്യുവാനുമുള്ള സമയമല്ല പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞുള്ള പെരുന്നാൾ ദിവസം എന്ന് ചെറുപ്പക്കാരോട് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അവര് പറഞ്ഞു, 3 പേരെ ഇരുത്തിക്കൊണ്ട് പോലീസുകാർ പറഞ്ഞു, ചെക്കിംഗ് ഉണ്ടാവും. 3 പേരെ ഇരുത്തിക്കൊണ്ട് പോകുന്നത് കണ്ടാൽ പിടിക്കപ്പെടും. പിന്നെ ആര് ഫോൺ വിളിച്ചു പറഞ്ഞാലും ജാമ്യമില്ലാത്ത കേസ് എന്ന രീതിയിൽ പിടിച്ച് ജയിലിലിടുമെന്ന് ശക്തമായ വാണിംഗ് പോലീസുകാർ നൽകിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത മക്കൾക്ക് വണ്ടി കൊടുക്കുന്ന ഉപ്പമാരും ഉമ്മമാരും ബോധവാന്മാരാവുക. ലൈസൻസ് ഇല്ലാത്ത 18 വയസ്സ് തികയാത്ത മക്കളുടെ കയ്യിൽ ഹെൽമെറ്റ് വണ്ടി നൽകുക. നമ്മൾ പരിശുദ്ധമായ റമദാനിന്റെ അനുഗ്രഹീതമായ രാത്രിയിൽ നമ്മളൊക്കെ നോമ്പ് തുറന്ന് സന്തോഷിക്കേണ്ട സമയത്ത് നമ്മുടെ കാതുകളിലേക്ക് വന്ന ഒരു വാർത്ത, ഒരു കുടുംബത്തിലെ 6 പേര് ഒന്നടങ്കം ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു. അള്ളാഹു അവർക്ക് ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ആ വണ്ടി ഓടിച്ച ഡ്രൈവറിന് ലൈസൻസ് ഇല്ല. അതേപോലെ ആ വീട്ടിലേക്ക് ഇന്നലെ ഒരു തങ്ങള് സന്ദർശിക്കാൻ പോയപ്പോ വീട്ടിലുള്ളൊരു ചെറുപ്പക്കാരന് മാനസിക അസ്വസ്ഥതയാണ്. 6 പേര് മരിച്ചുപോയ ആ ഒരു ഷോക്ക് തീർന്നു പോയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലും നമ്മൾക്കും ഉണ്ടാവൂല എന്ന് ആരാണ് ഉറപ്പ് തന്നത്? ചെറുപ്പക്കാരാ, ആലോചിക്കണം നമ്മൾ, ചിന്തിക്കണം നമ്മൾ പരിശുദ്ധമായ റമദാനിന്റെ അനുഗ്രഹീതമായ രാത്രികൾ ഓരോന്നോരോന്ന് കഴിഞ്ഞുപോയി അവസാനം എല്ലാം കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പരിശുദ്ധമായ റമദാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലേ? സല്ലപിക്കുന്ന ഇണക്കിളികളെ നോക്കിക്കൊണ്ടാണ് മുനി പറഞ്ഞത്, അരുത് കാട്ടാള അരുത്, അരുത് കാട്ടാള അരുത്. സല്ലപിക്കുന്ന ഇണക്കിളികൾക്ക് വേട്ടയാടി അതിന്റെ രക്തം നമ്മുടെ ഭാരതത്തിൽ ഇറ്റുവീണ് ഭാരതത്തിന്റെ സംസ്കാരത്തിനോ ഭാരതത്തിന്റെ ഭംഗിക്കോ അതിന്റെ പവിത്രതയ്ക്കോ കളങ്കപ്പെടുത്തരുത്. അതേപോലെ പരിശുദ്ധമായ റമദാനിന്റെ മഹത്വമായ ദിവസങ്ങൾക്ക്, പെരുന്നാളിന്റെ ആഘോഷങ്ങൾ കൊണ്ട് നമ്മൾ കളങ്കമുണ്ടാക്കരുത്. ദീനിന് കളങ്കമുണ്ടാക്കരുത്, ദീനിന് ദുഷ്പേരുണ്ടാക്കരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. അവര് പറഞ്ഞു, ലൈസൻസ് ഇല്ലാതെ പോകുന്ന ആളുകൾ, 2 വീലറിൽ 3 ആളുകൾ ഇരുത്തി പോകുന്ന ആളുകൾ, പിന്നെ ഒരു സ്വഭാവമുണ്ട്, അതിന്റെ സൈലൻസറൊക്കെ ഹോൾസ് ഉണ്ടാക്കുക, എന്നിട്ട് ഒച്ച ഉണ്ടാക്കി പോവുക, ഹോൺ അടിച്ചു പോവുക, ഒച്ചപ്പാടുണ്ടാക്കി പോവുക, ഘോഷയാത്രയായി കൂട്ടമായി റാലി നടത്തുക. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? എവിടെങ്കിലും ഇങ്ങനൊരു തെളിവാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ആരാ പഠിപ്പിച്ചത്? മറ്റുള്ള മതങ്ങൾ അവരുടെ ആഘോഷവേളകളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു എന്ന് കണ്ട് നമ്മളും അത് പിൻപറ്റുകയാണോ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നമ്മൾ ആരെങ്കിലും മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെയോ ആഘോഷങ്ങളെയോ ആഭാസങ്ങളെയോ നമ്മൾ ഫോളോ ചെയ്താൽ ഫഹുവ മിൻഹും, നിന്റെ മതം മാറി, നീ അവരിൽ പെട്ടതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും 4 അറബികൾ ബൈക്കിലൂടെ റൈസ് ചെയ്ത്, കാറിലൂടെ റൈസ് ചെയ്ത് കറങ്ങുന്നത് കാണുമ്പോ ഇങ്ങ് കേരളത്തിലുള്ള നമ്മൾക്കാരാത് ഫോളോ ചെയ്യാൻ സമ്മതം തന്നത്? അറബികളുടെ പ്രവർത്തനങ്ങൾ ഒന്നും മാതൃകയല്ലല്ലോ. അറബികൾ ചെയ്യുന്നതല്ല നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക പരിശുദ്ധമായ ദീനിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളാണ്, ഖുർആനും ഹദീസുമാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ചെറുപ്പക്കാരാ, ഞാൻ പറയാണ്, 3 പ്രാർത്ഥനകളുണ്ട്, അല്ലാഹു തട്ടിക്കളയില്ല. 3 പ്രാർത്ഥനകൾ. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടിക്കളയില്ല. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറ പോലും ഇല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ആക്രമിക്കപ്പെടുക? അനാവശ്യമായി ഒച്ചപ്പാടുണ്ടാക്കി ഹോണടിച്ചുകൊണ്ട്, ശബ്ദമലിനീകരണം, പരിസ്ഥിതി മലിനീകരണം എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വഴി തടസ്സപ്പെടുത്തി നമ്മൾ യാത്ര ചെയ്യുമ്പോ അതുവഴി പോകുന്ന ഒരു പെണ്ണിനോ ഒരു ആണിനോ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, മാനസികമായൊരു പ്രശ്നം വന്നാൽ, അവന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാൽ, മനസ്സിൽ നിന്നെ കുറിച്ച് എന്തെങ്കിലും അരുതാത്തത് ചിന്തിച്ചു പോയാൽ, അങ്ങനെ ഒരു പ്രാർത്ഥന മനസ്സിൽ നിന്ന് വന്നാൽ അള്ളാഹുവിന്റെയും ആ ദുആഇന്റെയും ഇടയിൽ ഒരു മറയില്ല. അവന്റെ ഒരു ഓട്ടം കണ്ടില്ലേ?
അവരൊരു പോക്ക് കണ്ടില്ലേ എന്നൊക്കെ മനസ്സിൽ കരുതിപ്പോയാൽ പിന്നെ പോയതേ ഓർമ്മയുണ്ടാവുള്ളൂ, തിരിച്ചു വന്നത് ഓർമ്മയുണ്ടാവൂല. അതുകൊണ്ട് ഉമ്മമാരെ, ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങൾക്കൊക്കെ ബൈക്ക് നൽകി യാത്ര അയക്കാറുണ്ടല്ലോ, നിങ്ങൾ സമ്മതം നൽകരുത്, പൊരുത്തം നൽകരുത്. പൊരുത്തമില്ലാതെ ഉമ്മയുടെ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ യാത്ര ചെയ്യുന്ന മക്കളെ പോയതേ ഓർമ്മയുണ്ടാവുകയുള്ളൂ. ഉമ്മമാരുടെ പൊരുത്തമില്ലാത്ത ഒരു പ്രവർത്തനത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ കളിക്കാനുള്ള മാസമല്ല, ചിരിക്കാനുള്ള മാസമല്ല, ആഘോഷമാക്കി ആഭാസങ്ങളാക്കി നിങ്ങൾ ഉന്മത്തരായി ലഹരി ഉപയോഗിച്ച് സിനിമ കണ്ട് നടക്കാനുള്ള മാസമല്ല. അതൊന്ന് ആത്മവിചിന്തനം നടത്തേണ്ട മാസമാണ്, ആത്മവിചിന്തനം നടത്തേണ്ട മാസമാണ്. ഒരാൾ ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നാൽ അയാളുടെ ഹജ്ജ് സ്വീകാര്യമാണോ അല്ലേ എന്ന് നമ്മൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? എങ്ങനെ തീരുമാനിക്കാൻ പറ്റും ഒരാളുടെ ഹജ്ജ് സ്വീകാര്യമാണോ അല്ലേ എന്ന്? ഒരാളുടെ ഉംറ സ്വീകാര്യമാണോ അല്ലേ എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുക? ഹജ്ജ് കഴിഞ്ഞു വന്നാൽ അയാൾ പതിവിന് വിപരീതമായി നന്മ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ, മുൻകാലങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നന്മയുടെ പാതയാണ് അയാൾ സ്വീകരിച്ചതെങ്കിൽ, ഒരാൾ ഉംറക്ക് പോയി തിരിച്ചു വന്നിട്ട് തോന്നിവാസങ്ങളെല്ലാം നിർത്തി കൃത്യമായി ജമാഅത്തിന് വന്നു, കൃത്യമായി നന്മകൾ ചെയ്ത് ജീവിക്കുന്നത് കണ്ടാൽ അയാളുടെ ഹജ്ജും ഉംറയും സ്വീകാര്യമാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി പരിശുദ്ധമായ റമളാൻ മാസം എങ്ങനെയാണ് സ്വീകാര്യമാണ് എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റുക? പരിശുദ്ധമായ റമളാൻ മാസം എങ്ങനെയാണ് സ്വീകാര്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? റമളാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, റമളാനിൽ ചെയ്ത നന്മകൾ റമളാൻ കഴിഞ്ഞിട്ടും നമ്മൾ തുടരുന്നുണ്ടോ? നമ്മുടെ നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാറുണ്ടോ? അല്ല, നിസ്കാരങ്ങൾ ഖളാവാറുണ്ടോ? അത്താഴ സമയത്ത് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ആണും പെണ്ണും റമളാൻ കഴിഞ്ഞാൽ ഈ തഹജ്ജുദ് നിസ്കാരങ്ങൾ തുടരുന്നുണ്ടോ? റമളാൻ കഴിഞ്ഞാൽ സുബഹിയുടെ ജമാഅത്ത് നടക്കാറുണ്ടോ? എങ്ങനെയാണ് റമളാനിൽ ജീവിച്ചത് അതേപോലെ റമളാനിന്റെ ശേഷവും നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ റമളാൻ സ്വീകാര്യമാണ്. ലൈലത്തുൽ ഖദറിന്റെ ഹല്ല് നമ്മൾക്ക് ലഭിച്ചുവെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ചെറുപ്പക്കാരാ, പെരുന്നാളിന്റെ നട്ടുച്ചയ്ക്കുള്ള പരിശുദ്ധമായ ളുഹർ നിസ്കാരം നമ്മൾക്ക് ഖളാ ആയി പോയാൽ, സഹോദരി, നിന്റെ മേക്കപ്പ് കാരണം വുളു ചെയ്യാനുള്ള മടി മൂലം, മനോഹരമായ പുതുവസ്ത്രങ്ങൾ ധരിച്ചത് മൂലം, ഉച്ചയ്ക്ക് ളുഹറിന്റെ സമയത്ത് നിനക്ക് വുളു ചെയ്യാൻ മടി മൂലം ചെയ്യാതെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ റമളാൻ സ്വീകാര്യമല്ല എന്ന് മനസ്സിലാക്കണേ. രാവിലെ കുളിച്ചു, വസ്ത്രങ്ങൾ ധരിച്ചു, മേക്കപ്പ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് പിന്നെ ഉച്ചയ്ക്ക് ളുഹറിന്റെ സമയമാകുമ്പോ വുളു ചെയ്യണോ? വുളു ചെയ്താൽ എന്റെ മേക്കപ്പ് പോകുമല്ലോ, എന്റെ പുതുവസ്ത്രത്തിൽ വെള്ളം ചേരുമല്ലോ. അതുകൊണ്ട് ളുഹർ നിസ്കരിക്കാതെ അസ്റിലേക്ക് പിന്തിപ്പിക്കുന്ന ആളുകൾ, അസ്ർ നിസ്കരിക്കാതെ മഗ്രിബിലേക്ക് പിന്തിപ്പിക്കുന്ന ആളുകൾ ആദ്യമേ ഉറപ്പിച്ചോളണം, എന്റെ റമളാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഇനി റമളാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമെന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ അദ്റക റമളാൻ, ഒരാൾക്ക് പരിശുദ്ധമായ റമളാൻ എത്തിക്കുകയും ഫലം യുഗ്ഫർ ലഹ്, അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഫഅബഅദഹുല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ അകലെയാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അയാൾ അകലെയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അയാൾ അകലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർഗ്ഗം വേണോ, സ്വർഗ്ഗം ലഭിക്കുമോ എന്ന് ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ് പെരുന്നാളിന്റെ പകല് എന്നുള്ളത്. അല്ലാതെ കളിക്കാനുള്ള സമയമല്ല, ചിരിക്കാനുള്ള സമയമല്ല, ആർഭാടങ്ങളിലും ആഭാസങ്ങളിലും ജീവിക്കാനുള്ള സമയമല്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫുതിഹ ലഹു ബാബു ഖൈറിൻ, ഒരാൾക്ക് നന്മയുടെ വാതിൽ തുറക്കപ്പെട്ടാൽ, നന്മയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടാൽ ഫൽയൻതഹിസുഹു, അതിനെ അയാൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ. ഒരു നന്മയുടെ കവാടം, ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ ഒരാൾക്ക് തുറക്കപ്പെട്ടാൽ അയാൾ അതിനെ എത്രയും പെട്ടെന്ന് ഉളറിക്കൊണ്ട് വളരെ പെട്ടെന്ന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വഅദിന് വരുമ്പോ എന്റെ കയ്യിൽ ഒരാൾ 1000 രൂപ തന്നിട്ട് പറഞ്ഞു,
പിന്നെ ഇവിടെ കൊടുക്കണം. അസുഖമുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു ആ സഹോദരന് ശിഫ നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കയ്യിൽ 1000 രൂപക്കുള്ള ആളുകളുണ്ടെങ്കിൽ 1000 രൂപ ഇടുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പൈസ ഉള്ള ആളുകൾ ഇല്ലാത്തവർ ഇൻഷാ അല്ലാഹ് ഉള്ളതുപോലെ നല്ലൊരു തുക ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ ഒരു ചെലവിന്റെ കാര്യം ഇൻഷാ അല്ലാഹ് ബക്കറ്റിൽ തന്നെ ശരിയാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് നന്മയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അതിലേക്ക് കയറാൻ നോക്കണം. അല്ലെ, ഒരു വാതിൽ തുറന്നു വെച്ചാൽ നന്മയുടെ ഉള്ളിൽ സ്വർഗമാണ്, ഉള്ളിൽ നന്മയാണ്. അങ്ങനെ ഒരു വാതിൽ തുറക്കപ്പെട്ടാൽ പിന്നെ ഇങ്ങനെ അമാന്തിച്ച് നിൽക്കരുത്, വേഗം അങ്ങോട്ട് കയറിക്കൂടാ. ഉംറക്ക് പോയ ആളുകൾക്കൊക്കെ അറിയാം, ജമാഅത്തിന്റെ സമയമാകുമ്പോൾ അവിടെ ബാരിക്കേഡ് വെക്കും. ബാരിക്കേഡെന്ന് തുറന്നാ പിന്നെ ഒറ്റ ഓട്ടായിരിക്കും അല്ലെ. അപ്പൊ അകത്ത് നന്മയുണ്ട്. അങ്ങനെ ഒരു നന്മ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് അടിച്ച് കയറാ. നന്മ എത്ര മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്ര നമ്മൾ ഉപയോഗിക്കുക നന്മയുടെ വാതിൽ തുറക്കപ്പെട്ടാൽ. കാരണം എപ്പോഴാണ് ആ വാതിൽ അടക്കപ്പെടുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. എപ്പോഴാണ് ആ വാതിൽ അടക്കപ്പെടുന്നത്? അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും അടക്കപ്പെട്ടേക്കാം. ഈ നന്മയാണ് നമ്മൾക്കിതാ അടക്കപ്പെടാൻ പോകുന്നത്. പരിശുദ്ധമായ റമദാൻ ഇവിടെ പറയാൻ പോവുകയാണ്. മാക്സിമം നന്മ ചെയ്യണേ. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമാണ്. ഇതുവരെ നമ്മൾ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരു 3 ദിവസം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമാണിത്. 3 ദിവസം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും നമ്മൾക്ക് നന്നാവാം. 27 നോമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, പോയി, അത് മിസ്സായി. ഇനി ഒരു 3 ദിവസം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഏത് രാത്രിയിലും ഏത് പകലിലും പടച്ച റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹു ഫഅന ഹബീബുഹും, അവരുടെ ചങ്ങാതിയാണ് ഞാൻ. ഭൂമി പറഞ്ഞുവല്ലോ പടച്ച റബ്ബിനോട്, അല്ലാഹുവേ അബ്തലിഉ ഇബ്ന ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ വിഴുങ്ങിക്കളയട്ടെ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, എന്തിനാണ് അവരെ വിഴുങ്ങുന്നത്? അല്ലാഹുവേ അഖല മിൻ റിസ്ഖിക വലം യശ്കുറുക, നിന്റെ ഭക്ഷണം കഴിച്ച് നിനക്ക് നന്ദി ചെയ്യാത്ത അടിമകളെ ഞാൻ ജീവനോടെ വിഴുങ്ങിക്കളയട്ടെ എന്ന് ഭൂമി പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതഖൂലു സമാ വൽ ബിഹാർ വൽ ജിബാൽ, പർവ്വതവും ആകാശവും സമുദ്രങ്ങളും ഭൂമിയും എല്ലാം പടച്ച റബ്ബിനോട് പറയുന്നുണ്ട്. എല്ലാ രാത്രിയിലും പറയുന്നു, അല്ലാഹുവേ മനുഷ്യന്മാരെ ഞാൻ നശിപ്പിക്കട്ടെ. അകലമിൻ റിസ്ഖിക, നീ നൽകിയ ഭക്ഷണം, നീ നൽകിയ ആരോഗ്യം, നീ നൽകിയ സമ്പത്ത്, നീ നൽകിയ സൗന്ദര്യം എല്ലാം ഉപയോഗിച്ച് നിനക്ക് നന്ദി ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവരെ നശിപ്പിക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, യാ മഖ്ലൂഖാതി, എന്റെ സൃഷ്ടികളെ, സമുദ്രമേ, കടലേ, സമുദ്രമേ, പർവ്വതമേ, നിങ്ങളാണോ അവരെ സൃഷ്ടിച്ചത്? അല്ല, ഞാനാണല്ലോ സൃഷ്ടിച്ചത്. നിങ്ങളായിരുന്നു അവരെ സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവരോട് കാരുണ്യമുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ദഊനി വഇബാദി, എന്നെയും എന്റെ അടിമകളെയും നിങ്ങൾ വിട്ടേക്കണം. എന്റെ അടിമയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. എന്റെ അടിമയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. എന്റെ അടിമയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഫമൻ താബ ഇലയ്യ മിൻകും, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്നിലേക്ക് അടുത്തു വന്ന് തൗബ ചെയ്യാൻ തയ്യാറായ അവരുടെ ചങ്ങാതിയാണ് ഞാൻ, അവന്റെ സ്നേഹിതനാണ് ഞാൻ. ഇന്നലെ വരെ കള്ളു കുടിച്ച് നടന്നവൻ, ഇന്നലെ വരെ വ്യഭിചരിച്ച് നടന്നവൻ, ഇന്നലെ വരെ പലിശ തിന്ന് നടന്നവൻ, ഇന്നലെ വരെ തോന്നിവാസങ്ങളിൽ ഏറ്റവും നന്നായി മുഴുകി നടന്നവൻ, ഇന്ന് ഒരു രാത്രിയുടെ ഒരു നിമിഷത്തിൽ അല്ലാഹുവിലേക്ക് എനിക്ക് മടങ്ങണമെന്ന താല്പര്യത്തോടെ ഒന്ന് ദുആ ചെയ്യാൻ തയ്യാറായി പടച്ച റബ്ബിന്റെ അടുത്തേക്ക് വുളൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട്, അല്ലാഹുവേ ഞാൻ നന്നാവുകയാണ്, ഇനി ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല, ചെയ്ത തെറ്റിൽ നിന്ന് ഞാൻ മാറുകയാണല്ലോ, എനിക്ക് പുറത്തു തരണേ എന്ന് മനമൊരുകി കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ഒന്ന് നന്നാവാൻ തയ്യാറായാൽ ഫഅന ഹബീബുഹും, അവരുടെ ചങ്ങാതിയാണ് ഞാൻ, അവന്റെ സ്നേഹിതനാണ് ഞാൻ, അവന്റെ സ്നേഹിതനാണ് ഞാൻ. അല്ലാഹുവിന്റെ അടുപ്പക്കാരാവാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ഇനിയുമുണ്ട് 2-3 ദിവസങ്ങൾ. ഇനിയുമുണ്ട് 2-3 ദിവസങ്ങൾ. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു പക്ഷേ 29 ആയിരിക്കും, ഒരു പക്ഷേ 30 ആയിരിക്കും. ആ 2 ദിവസങ്ങൾക്കും പ്രത്യേകതയുണ്ട്. 29 അവസാനമെങ്കിൽ
അല്ലാഹു ഗഫറ ലഹും ജമീആ. അല്ലാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും, എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും. 30 അവസാന ദിവസമെങ്കിൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, അവർ പരിശുദ്ധമായ റമളാനിനെ ബഹുമാനിച്ചവരാവണം, റമളാനിനെ ആദരിച്ചവരാവണം. റമളാൻ എന്ന് പറയുമ്പോ ഈമാനിന്റെ ആവേശം തുളുമ്പിയവരാവണം. അങ്ങനെയുള്ള ആളുകൾക്ക് അവസാന ദിവസം എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് സഹാബാക്കൾ ചോദിച്ചത്, അഹിയ ലൈലത്തുൽ ഖദർ, നബിയേ അതാണോ ലൈലത്തുൽ ഖദർ? അതാണോ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ ആയതുകൊണ്ടാണോ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ല, അത് ലൈലത്തുൽ ഖദർ അല്ല. ഒരു തൊഴിലാളി, ഒരു ജോലിക്കാരൻ ജോലി ചെയ്തു, അയാളുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അയാൾക്ക് ശമ്പളം ലഭിക്കുന്നത് പോലെ 30 ദിവസം പടച്ച റബ്ബിന് വേണ്ടി ജീവിതം ത്യജിക്കാൻ തയ്യാറായവന് അവസാനത്തെ ദിവസം ഞാൻ എല്ലാം പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ പെരുന്നാളിന്റെ തലേന്ന് നിന്നുകൊണ്ട്, പെരുന്നാളിന്റെ പകലിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടത്, എന്റെ പാപം അല്ലാഹു എനിക്ക് പുറത്തു തന്നിട്ടുണ്ടോ? എന്റെ പാപം പുറത്തു തരികയും സ്വർഗത്തിലേക്ക് പോവേണ്ട സ്വർഗക്കാരനായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ ആഘോഷിക്കാമെന്ന് ചിന്തിച്ചാൽ, ചെറുപ്പക്കാരാ, അപകടം നമ്മുടെ മുമ്പിൽ പതിയിരിക്കുന്നുണ്ട്. മറക്കല്ല, തമാശയല്ല, വിഷയങ്ങൾ തമാശയല്ല, അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ പെരുന്നാളിന്റെ രാത്രികൾ നമ്മൾ എങ്ങനെയാണ് കഴിച്ചുകൂട്ടുന്നത്? ഇന്നാലിന്ന സ്ഥലത്തൊരു അപകടം നടന്നു, ഇന്നാലിന്ന ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കാതെ, സങ്കടത്തിന്റെ വാർത്തകൾ കേൾക്കാതെ ഏതെങ്കിലും ഒരു പെരുന്നാൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ? എപ്പോ നോക്കിയാലും ഏത് പെരുന്നാൾ കഴിഞ്ഞാലും ഒരു ആക്സിഡന്റിന്റെ കഥകൾ, ഒന്നെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ. ആര് മരിച്ചാലും കുടുംബക്കാരനാവണമെന്നില്ലല്ലോ, നമ്മൾക്ക് വിഷമമല്ലേ? ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനിട വരുത്തരുത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആഭാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ദുസ്വഭാവം കൊണ്ട് ആരെങ്കിലും ഒരാൾ നമ്മൾക്കെതിരെ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അള്ളാഹുവിന്റെ ഉത്തരം താമസിയാതെ വരും. അക്രമിയുടെ പ്രാർത്ഥന, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു തടസ്സമില്ല, ഒരു മറയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി പോയല്ലോ. അപ്പോ ഈ നന്മ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ നന്മ അടയപ്പെടാൻ 2-3 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ നന്മ ചെയ്യാൻ തയ്യാറാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ബുദ്ധിമാൻ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ദുനിയാവിന്റെ സുഖങ്ങൾ ആലോചിക്കുന്നവനല്ല ബുദ്ധിമാൻ. ഇവിടെയുള്ള ആഘോഷങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവനല്ല ബുദ്ധിമാൻ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു, അവന്റെ ചങ്ങാതിമാർ ആഘോഷങ്ങളിലേക്ക് വിളിക്കുമ്പോ, മൻ ദാന നഫ്സഹു, എന്റെ ശരീരത്തെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ഞാനില്ല, ഈ റമളാനിനെ കളങ്കപ്പെടുത്താൻ ഞാനില്ല, ഈ ദീനിനെ സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റുകൊടുക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിലേക്ക് ശേഷമുള്ളൊരു ലോകമുണ്ട്, മഹ്ശറ വൻസഭയുണ്ട്. അതിലേക്ക് വേണ്ടി ആരാണ് ഒരുങ്ങുന്നത്? മഹ്ശറ വൻസഭയിൽ വിജയിക്കണമെന്ന് ആരാണ് മനസ്സിൽ കരുതുന്നത്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ഒരു ദിവസമാണ് അവിടെയുള്ളത്, ഒരൊറ്റൊരു ദിവസമാണ് അവിടെയുള്ളത്. പക്ഷേ ആ ദിവസത്തിന്റെ ദൈർഘ്യം 50000 സന, 50000 വർഷത്തിന്റെ ദൈർഘ്യമാണ് അവിടെയുള്ളത്. ഇവിടെയുള്ള 2000 വർഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. 60 വർഷം ജീവിക്കുന്ന നമ്മൾ, അതിലെന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ ദിവസങ്ങൾ തള്ളി നീക്കുന്ന നമ്മൾ, അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ചാൺ മുകളിലുള്ള
സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോ 50,000 വർഷം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ട ഒരു ദിവസം വരാനുണ്ട്. അവിടെ ആരാരും സഹായിക്കാനില്ലാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ, മറ്റൊരാളുടെ ശുപാർശയില്ലാതെ സ്വന്തം അമാലുകൾ, ഞാൻ ചെയ്ത നന്മ ഞാൻ മാത്രമെന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. അല്ലാഹു പറയുകയാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ചങ്ങാതിമാരെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട, കൂടെ കളിച്ച ചങ്ങാതിമാരെവിടെ? കാണുമ്പോൾ മുഖം തിരിഞ്ഞു നടക്കുകയാണ്. നീ കാരണമാണ് ഞാൻ വഴിപിഴച്ചത്, നീ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് ചങ്ങാതിമാരെ പരസ്പരം ആക്ഷേപിക്കുന്ന, പരസ്പരം ബ്ലെയിം ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. താലോലിച്ച് വളർത്തിയ ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട, ഉപ്പയെ ദുനിയാവിൽ തന്നെ വേണ്ട. മാതാപിതാക്കൾ ദുനിയാവിൽ തന്നെ വേണ്ടാത്ത കാലാണ്. എന്നാൽ ചങ്ങാതിമാരെ വേണമല്ലോ ദുനിയാവിൽ. മാതാപിതാക്കൾ ദുനിയാവിൽ തന്നെ സ്ഥാനം നൽകാത്ത കാലമാണ്. പക്ഷേ ചങ്ങാതിമാരെ വേണമല്ലോ. ഈ ചങ്ങാതിമാരെ വരെ നാളെ അവിടെ വേണ്ട. ആദ്യോടെ ചങ്ങാതിയെ കാണുമ്പോൾ നീ കാരണം ഞാൻ വഴിപിഴച്ചത്, ആദ്യോടെ ചങ്ങാതിയെ കാണുമ്പോഴാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ചങ്ങാതിമാരിൽ നിന്നോടുന്ന കാലമാണത്, ഉമ്മമാരിൽ നിന്നോടുന്ന കാലമാണത്, ഉപ്പമാരിൽ നിന്നോടുന്ന കാലമാണത്, സഹോദരന്മാരിൽ നിന്നോടുന്ന കാലമാണത്, ഭാര്യമാരിൽ നിന്നോടുന്ന കാലമാണത്. എല്ലാ ആരൊക്കെയാണോ പരിചയമുള്ളത് അവരിൽ നിന്നൊക്കെ ഓടുന്ന കാലമാണത്. ഖുദാ കേ റൂബറോജ് സിദിൻ ഖയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ ബാप बेटे का न बेटे बाप का होगा उसी दिन ऐसा होगा का न हमशीरा बरादर की न बीवी अपने शौहर की उसी दिन ऐसा होगा का भाई भाई से जुदा होगा. എന്താണ് കവി പറയുന്നത്? ഖുദാ കേ റൂബറോജ് സിദിൻ ഖയാമത്ത് കാ വഫാ ഹോഗാ. അല്ലാഹുവിന്റെ ഖയാമത്ത് നാളിന്റെ രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയുടെ രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് പറയുന്നത്? ഖുദാ കേ റൂബറോജ് സിദിൻ ഖയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ ബാപ്പ് ബേട്ടേ കാ ന ബേട്ടേ ബാപ്പ് കാ ഹോഗാ. ഉപ്പാ നിങ്ങൾ എനിക്ക് വേണ്ട, മോനെ നിന്നെയും എനിക്ക് മൈൻഡ് ചെയ്യാൻ സമയമില്ല. ഭർത്താവിന് ഭാര്യയെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട, സുഹൃത്തുക്കളെ വേണ്ട. ബീവിക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട. ഇവിടെ ഭർത്താവില്ലാതെ ഒരു നിമിഷം പോലും ചെലവഴിക്കാൻ കഴിയാത്ത ആളുകളാണ് ഭാര്യമാർ. ഗൾഫിൽ പോകുന്ന ഭാര്യമാർ എപ്പോഴാണ് വരുന്നതെന്ന് കലണ്ടർ നോക്കി ദിവസങ്ങൾ എണ്ണി തീർക്കുന്ന ഭാര്യമാർക്ക് ഭർത്താവിനെ വേണ്ട. അവിടെ ഭർത്താവിനെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കുന്ന കാലമാണത്. നബീവി അപ്നി ശൗഹർ കി, സ്വന്തം ഭർത്താവിനെ വേണ്ടാത്ത കാലമാണല്ലോ. ഉസീ ദിൻ ഐസാ ഹോഗാ കാ ഭായി ഭായി സേ ജുദാ ഹോഗാ. എന്തോ ഒരു ദിവസമാണത്, അത് വല്ലാത്ത ദിവസമാണത്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, യഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഗുർലാ. ജനങ്ങൾ വിവസ്ത്രരായി, വസ്ത്രമില്ലാതെ നഗ്നരായി, ചെരുപ്പില്ലാതെ കാലിൽ ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറയുമ്പോ മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അന്നേരം പുരുഷന്മാർ സ്ത്രീകളുടെ ഔറത്തിലേക്കും സ്ത്രീകൾ പുരുഷന്മാരുടെ ഔറത്തിലേക്കും പരസ്പരം നോക്കൂലേ? ആയിഷ, എന്താണ് ഈ പറയുന്നത്? ആരാണ് നോക്കാൻ നിൽക്കുക? ആ സമയത്തിന്റെ ഗൗരവം അറിയാമല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി കരഞ്ഞിട്ടുണ്ട്. ഹബീബിന്റെ താടിരോമങ്ങൾ നനഞ്ഞിട്ടുണ്ട്. മഹ്ശറാവൻ സഭയുടെ അല്ലാഹുവിന്റെ ആ ഭയാനകമായ ശിക്ഷയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു. ആ ദിവസം വല്ലാത്ത ദിവസമാണ്, അത് ഗൗരവമുള്ള ദിവസമാണ്. ആ ദിവസത്തിലാണ് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകും? സ്വന്തമായി അമലില്ല. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, ദുനിയാവിൽ വെച്ച്
ദുനിയാവിൽ വെച്ച് എന്നെ ചീത്ത പറഞ്ഞ ഒരാളെ കണ്ടു, അല്ലാഹുവേ അയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അയാളുടെ നന്മ എനിക്ക് വേണം, ഇയാൾക്ക് സ്വർഗത്തിലേക്ക് പോകണം, എങ്ങനെയെങ്കിലും മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോഴാണ് ദുനിയാവിൽ വെച്ച് ചീത്ത പറഞ്ഞ, ഗീബത്ത് പറഞ്ഞ, സമ്പത്ത് അപഹരിച്ച ഒരാളെ കാണുന്നത്. അല്ലാഹുവേ അയാൾ എന്നെ ദുനിയാവിൽ വെച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ ചെയ്ത നന്മ എനിക്ക് വേണം എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, അല്ലാഹുവേ എന്റെ നന്മകളൊന്നും ബാക്കിയില്ല പടച്ചോനെ, എല്ലാ നന്മകളും തീർന്നു പോയി പടച്ചോനെ. എന്നാൽ ഒരു എക്സ്ക്യൂസ് കൊടുക്കലുണ്ടല്ലോ, അതുപോലും കൊടുക്കൂല, കുഴപ്പമില്ല റബ്ബേ, അയാളുടെ നന്മ തീർന്നാൽ കുഴപ്പമില്ല, അയാളുടെ നന്മ തീർന്നാൽ ഞാൻ ചെയ്ത തിന്മകളാണല്ലോ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് എന്റെ ആ തിന്മകളെടുത്ത് എന്നെ നാട്ടിൽ വെച്ച് കുറ്റം പറഞ്ഞ ഒരാൾക്ക് കൊടുക്ക് റബ്ബേ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലേ, എന്നെ നീ മഹ്ശറയിൽ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആളുകൾ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അത് വല്ലാത്ത ദിവസമാണ്. പക്ഷെ ആരാണ് ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുന്നത്, ആരാണ് ആ ദിവസത്തിന് വേണ്ടി തയ്യാറാവുന്നത്, അവനാണ് ബുദ്ധിമാൻ. അൽ ഖയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. ആ ഗൗരവമുള്ള ഒരു കാലം വരാനുണ്ട്, അവർ മരിച്ചു പോകും, അവിടെ കഷ്ടങ്ങൾ അനുഭവിക്കും. അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, മഹ്ശറ വൻസഭയിൽ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. വൽ ആജിസു, വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആരാ? വിഡ്ഢി ആരാണ്? വിഡ്ഢിയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, മൻ അത്ബഅ നഫ്സഹു ഹവാ. അവന്റെ ശരീരം എന്താണ് പറയുന്നത്? ളുഹർ നിസ്കരിക്കണ്ട, എന്റെ മേക്കപ്പ് പോകുമെന്നാണ് പറയുന്നതെങ്കിൽ വേണ്ട, ളുഹർ വേണ്ട, നരകത്തിൽ ശിക്ഷ അനുഭവിച്ചാലും കുഴപ്പമില്ല, എന്റെ മേക്കപ്പ് തീർന്നു പോവണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുക. സ്കൂളിൽ പോയി ളുഹർ നിസ്കരിക്കാത്ത പെൺകുട്ടികളുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ വിഷമം വരികയാണ്. എന്തേ കാരണം എന്നറിയോ? രാവിലെ കുളിച്ച് വൃത്തിയായി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൗഡർ ഇട്ട്, ഫൗണ്ടേഷൻ ഇട്ട്, ഫെയർ ആൻഡ് ലവ്ലി തേച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം, ആ പെണ്ണ് വുളൂ ചെയ്താൽ മുഖത്തിന്റെ ആ ഒരു മേക്കപ്പിന് ഇഷ്ടപ്പെടുമല്ലോ. തമാശയല്ല, ഇത് പല സ്കൂളുകളിൽ നിന്നും കേട്ട വാർത്തയാണ്. അതുകൊണ്ട് നിന്റെ മേക്കപ്പാണ് നിനക്ക് പ്രശ്നമെങ്കിൽ, നിസ്കാരം നിനക്ക് പ്രശ്നമല്ലെങ്കിൽ, നിന്നെ കുറിച്ചാണ് പറയുന്നത് ബുദ്ധി എന്ന്. കല്യാണത്തിന്റെ പവിത്രമായ ദിവസങ്ങളിൽ നിന്റെ വസ്ത്രം ധരിച്ചു, മനോഹരമായ ഉടയാടകൾ ഉടുത്തു, എന്നിട്ട് നീ ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കാതെ, വൈകുന്നേരം അസ്ർ നിസ്കരിക്കാതെ, നീ നിന്റെ കല്യാണത്തിന്റെ പവിത്രമായ ഒരു നീണ്ട കാലത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ ദിവസത്തിന് തുടക്കം കുറിക്കുന്നത് നിന്റെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ, പൊന്നുമോളെ എങ്ങനെയാണ് അതിൽ ബർക്കത്തുണ്ടാവുക? ചെറുപ്പക്കാരാ, എങ്ങനെയാണ് ഇതിൽ ബർക്കത്തുണ്ടാവുക? അല്ലാഹുവിനെ മറന്നിട്ട് എന്ത് ബർക്കത്താണ് ലഭിക്കാൻ പോകുന്നത്? അല്ലാഹു പറയുന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരാൾ ജീവിക്കാൻ തയ്യാറായാൽ, നിസ്കാരം തൽക്കാലം നാളെ നിസ്കരിച്ചേക്ക്, ഉമ്മ പറയാണ് മക്കളോട്, ഉപ്പ പറയാണ് മക്കളോട്, ജ്യേഷ്ഠാനുജന്മാര് പറയാണ് മക്കളോട്, നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ ഖളാ വിട്ടിക്കോളാം, അതൊന്നും വിഷയാക്കണ്ട. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹുവിനോടുള്ള ബന്ധം ആരാണോ മാറ്റിവെക്കുന്നത്, ആരാണോ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, അവനിക്കൊരു പിശാചിനെ അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കും. നോക്ക് സഹോദരി, ഇതൊന്ന് ആലോചിച്ചു നോക്കണം. എന്താണ് ഈ ആയത്ത് പറയുന്നത്? പരിശുദ്ധമായ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോ അല്ലാഹുവിൽ നിന്ന് അകന്നിട്ടാണ് നീ തുടങ്ങുന്നതെങ്കിൽ, നിന്റെ ജീവിതം കുടുസാണ്, നിന്റെ ജീവിതം കഷ്ടമാണ്. ദാമ്പത്യ ജീവിതത്തിൽ എവിടെ ബർക്കത്ത് ലഭിക്കാൻ, എവിടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത്? കാരണം നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രാരംഭം കുറിച്ചത് ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലേ. അതുകൊണ്ട്
വൽ ആജിസു, ആരാണ് വിഡ്ഢി എന്ന് പറയുന്നത്? മന്നത്ബഅ നഫ്സഹു ഹവാഹാ, എന്റെ ശരീരം എന്റെ മനസ്സെന്താണോ പറയുന്നത് അതുപോലെ പിൻപറ്റുന്നവർ. എന്നിട്ടോ വതമന്നാ അലല്ലാഹ്, അല്ലാഹു എനിക്ക് പുറത്തു തരുമെന്ന് വിശ്വസിക്കുക, തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് നടക്കുക, എന്നിട്ട് അല്ലാഹു എനിക്ക് പുറത്തു തരും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വിഡ്ഢി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പരിശുദ്ധമായ റമളാൻ ഇവിടെ പറയുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മഹ്ശറയിലെ ഭീകരമുഖങ്ങൾ എന്നൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ഈ റമളാൻ ഇവിടെ പറയാനിരിക്കുന്ന സമയത്താണ്. റസൂലുള്ളാഹി അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. തഖ്വയുള്ളവരാവണം, നിങ്ങൾ എല്ലാവരും തഖ്വയുള്ളവരാവണം. എന്തിനാണ് ഈ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാനാണ്, സ്ലിം ബ്യൂട്ടി ഉണ്ടാവാനല്ല, കൊളസ്ട്രോൾ കുറക്കാനല്ല. അങ്ങനല്ലേ ചില ആളുകൾ സ്ലിം ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുക, അതേപോലെ കൊളസ്ട്രോൾ കുറക്കുക, ഷുഗർ കുറക്കുക, അതൊന്നുമല്ല നോമ്പിന്റെ ലക്ഷ്യം. അതൊക്കെ എന്തുണ്ടാവും, അതിന്റെ സൈഡിലൊക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷേ ഇതിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവിന്റെ പ്രധാനമായ ലക്ഷ്യവും ഉദ്ദേശ്യവും നമ്മളിൽ തഖ്വ വർദ്ധിക്കണം എന്നാണ്. റമദാനിൽ തഖ്വ വർദ്ധിക്കാറുണ്ട്, പക്ഷെ റമദാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തി. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചാൽ മാത്രം പോരാ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചിന്തിക്കണം. റമളാൻ കഴിയുമ്പോ എല്ലാവരും ആലോചിക്കേണ്ടത്, നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചത്? മക്കൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു 10 ജനറേഷനുള്ളത് സമ്പാദിച്ചു വെക്കലല്ല, നാളേക്ക് വേണ്ടി, മഹ്ശറയിലേക്ക് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ഉഖ്റവിയായ ലോകത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോ ആളുകളും ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ് ഈ റമളാൻ വിട പറയുന്ന സമയം. വത്തഖുല്ലാഹ്, എന്നിട്ട് വീണ്ടും തഖ്വ വർദ്ധിക്കണം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, സഹോദരിമാരെ, സഹോദരിമാരെ, ഇതൊക്കെ അല്ലാഹു കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളും മറക്കാൻ പാടില്ല. ഒരു കൂട്ടം ആളുകൾ അല്ലാഹുവിനെ മറന്നപ്പോ നിങ്ങളും അവരിൽ പെടാൻ പാടില്ല. ഇനി നിങ്ങൾ മറന്നാൽ അല്ലാഹുവിന് യാതൊരു കുഴപ്പമില്ല. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون, നിങ്ങൾ അല്ലാഹുവിനെ മറക്കല്ലേ, മറന്നാൽ അല്ലാഹു നിങ്ങളെ മറക്കും. നിങ്ങൾ ഇവിടെ അല്ലാഹുവിനെ ഓർത്താൽ അവിടെ അല്ലാഹു നിങ്ങളെ ഓർക്കും. ഇവിടെ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ, ഇവിടെ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ അവിടെ അല്ലാഹു നിങ്ങളെ ഓർക്കും. ഒരു മുഅ്മിനിന് 2 ഭയം ഉണ്ടാവൂല, 2 ഭയം, 2 നിർഭയത്വവും ഉണ്ടാവൂല. 2 ഭയം. ഇവിടെ അല്ലാഹുവിനെ പേടിച്ചാൽ അവിടെ അല്ലാഹുവിനെ പേടിക്കേണ്ടതില്ല, ഇവിടെ പേടിച്ചില്ലേ അവിടെ പേടിക്കേണ്ടി വരും. ഇവിടെ അല്ലാഹുവിനെ പേടിച്ച ഒരു മുഅ്മിനിനും അവിടെ പേടിയില്ല, 2 ഭയം, ഇവിടെയും പേടി അവിടെയും പേടി, മഹ്ശറയിലും പേടി, ദുനിയാവിലും പേടി, അതില്ല. അപ്പൊ എവിടെയാണ് പേടിക്കേണ്ടത്? നമ്മൾ സ്വയം ചിന്തിക്കണം, ഞാൻ ചിന്തിക്കണം, എനിക്ക് ഇവിടെയാണോ പേടി വേണ്ടത്, അല്ല അവിടെയാണോ പേടി വേണ്ടത്? ഇവിടെയാണോ നിർഭയത്വം വേണ്ടത്, അവിടെയാണോ നിർഭയത്വം വേണ്ടത്? നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത്. 2 പേടി ഒരാൾക്കും ഉണ്ടാവില്ല, 2 നിർഭയത്വവും ഒരാൾക്കും ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അവിടെയാണ് ബുദ്ധി,
അവിടെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. സ്വന്തം എവിടെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ഒരാൾ തീരുമാനിച്ചു, ആഖിറമാണ് എനിക്ക് വേണ്ടത്, അവിടെയാണല്ലോ എറ്റേണലായ ഒരാൾ ജീവിക്കുന്നത്, അവിടെയാണല്ലോ ശാശ്വതമായി ജീവിക്കുന്നത് എന്ന് ഒരാൾ ചിന്തിച്ചിട്ട് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അയാളെ കുറിച്ച് ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റുക. പ്ലസ് ടുവിന് ഫുള്ള് A+ ആണ്, ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഡിഗ്രിയിലൊക്കെ നല്ല മാർക്ക് വാങ്ങി, എഞ്ചിനീയറിങ്ങിനും മറ്റേ സിവിൽ എക്സാം എല്ലാത്തിലൊക്കെ റാങ്ക് ഹോൾഡറാണ്. അതിന് ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധിമാൻ എന്ന് പറയുന്ന ആരെ കുറിച്ചിട്ടാ അവിടേക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം, അവരാണ് ബുദ്ധിമാൻ. നമ്മളെ കുറിച്ച് നമ്മൾ വിലയിരുത്താം, ഞാൻ ബുദ്ധിമാനാണോ അല്ല വിഡ്ഢിയാണോ എന്ന്. അല്ലാഹു നമ്മൾക്കൊക്കെ അല്ലാഹുവിനോടുള്ള പേടിയും ഖുശൂഉം നൽകുമാറാവട്ടെ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ അല്ലാഹുവിനെ ഭൂമിയിൽ വെച്ച് മറക്കല്ല, എന്നാൽ അല്ലാഹു നിങ്ങളെ മറക്കും. അല്ലാഹു നിങ്ങളെ മറക്കും. അല്ലാഹുവേ, നീ ആരെയും അവിടെ പരാജയപ്പെടുത്തല്ല റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും ശക്തമായ ചൂടിൽ, പരിശുദ്ധമായ റമദാനിന്റെ പവിത്രമായ ഈ ദിവസത്ത് ശക്തമായ ചൂട് കൊണ്ടുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് നിന്നിലേക്ക് കയ്യുയർത്തി ചോദിക്കുകയാണല്ലാ, ഇതേപോലെ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളെ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ റബ്ബേ. അർശിന്റെ തണല് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വലിയൊരു വിചാരണ വരാനുണ്ട്, വലിയൊരു വിചാരണ വരാറുണ്ട്. വലിയ വലിയ ടൂർണമെന്റുകളൊക്കെ നടക്കുമ്പോൾ ഒരു നോക്കൗട്ട് പിന്നെ സന്നാഹ മത്സരങ്ങൾ ഉണ്ടാവും, വാമപ്പ് മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. കോപ്പ അമേരിക്ക കഴിഞ്ഞു അല്ലേ, പിന്നെ വേൾഡ് കപ്പ് വരാണ്, അത് ടൂർണമെന്റുകൾ വരാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു സന്നാഹ മത്സരം. അതെന്തിനാണ്? അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ്, അതിലേക്കുള്ളൊരു തയ്യാറാവലാണ്. SSLC പബ്ലിക് എക്സാം വരുന്നതിന് മുമ്പ് മോഡൽ എക്സാം ഉണ്ടാവും, അത് അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ്. അതേപോലെ ഒരു പബ്ലിക് എക്സാം അവിടെ വരാനുണ്ട്. മഹ്ശറ വൻസബയിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ ലോകത്തുള്ള സകലമാന ആളുകളും ഒരുമിച്ചുകൂടി നഗ്നരായി വിവസ്ത്രരായി പടച്ച റബ്ബിന്റെ തീരുമാനം നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം അവിടെ ഒരു എക്സാം ഉണ്ട്. അതാണ് പബ്ലിക് എക്സാം. അപ്പോൾ ആ എക്സാമിൽ വിജയിക്കണമെങ്കിൽ ഇവിടെ ഒരു മോഡൽ എക്സാം എങ്കിലും നടത്തണമെന്നാണ്. എങ്ങനെയാ മോഡൽ എക്സാം നടത്തുക? അല്ലാഹു പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്കൊരു വിചാരണ വരാനുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊരു വിചാരണ നടത്തണം. വലിയൊരു വിചാരണ വരാനുണ്ട്, ഹിസാബ് വരാനുണ്ട്, മഹ്ശറ വരാനുണ്ട്. അതിനു മുമ്പ് നിങ്ങളൊന്ന് സ്വന്തമായി വിചാരണ നടത്തണം. വതസയ്യനൂ ലിൽ അർളിൽ അക്ബർ. നിങ്ങൾ അല്ലാഹുവിന്റെ ആ ഒരു ഭൂമിക്ക് വേണ്ടി തയ്യാറാവണം. വഇന്നമാ യഖിഫുൽ ഹിസാബ് യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ആരുടെ ഹിസാബാണ് ലഘൂകരിക്കപ്പെടുന്നത്? അല്ലെ, എല്ലാവരുടെ ആഗ്രഹം എന്താണ്? പടച്ചോനെ, ഞങ്ങളുടെ ഹിസാബ് നീ ലഘൂകരിച്ചു തരണേ എന്നാണ്. നമ്മൾ പരിശുദ്ധമായ സൂറത്തുൽ ഗാശിയ അതിന്റെ അവസാനത്തെ ആയത്ത് ഓതാറുണ്ട്. എങ്ങനെ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر. വോളണ്ടിയർമാർ വെറുതെ നടക്കല്ലേ, വേല വെക്കണേ. നടന്നിട്ടൊക്കെ പണി കഴിഞ്ഞാൽ പിന്നെ വേല വെക്കുക, എല്ലാവരും വെറുതെ ഇങ്ങനെ നടക്കല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. يعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. അല്ലാഹുവേ, ഒരു ഹിസാബ് വരാനുണ്ടല്ലോ എന്നൊരു ആയത്ത് വരുമ്പോഴേക്കും നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ യസ്സിർ ഹിസാബി അലയ്യ. അല്ലാഹുവേ, എന്റെ ഹിസാബ് നീ ലഘൂകരിച്ചു തരണേ, എളുപ്പത്തിലാക്കണേ എന്ന് ദുആ ചെയ്യുന്ന സുന്നത്താണ്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹുവേ, എല്ലാവർക്കും ഹിസാബിന്റെ മഹ്ശറ വൻസബയിൽ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുമ്മ യസ്സിർ ഹിസാബി അലയ്യ, എന്റെ ഹിസാബിനെ നീ ലഘൂകരിച്ചു തരണേ അല്ലാ, എളുപ്പമാക്കണേ എന്നുള്ളൊരു ദുആ സുന്നത്തുണ്ട്. എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അവിടത്തുള്ള കാര്യം കഷ്ടമായത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അവിടെ രക്ഷപ്പെടാൻ, ആ ഹിസാബ് ലഘൂകരിക്കപ്പെടാനുള്ള മരുന്നാണ് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന്
ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊരു വിചാരണ നടത്തണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. മൂന്നുണ്ട്. എണീറ്റ് നിൽക്കണമെങ്കിൽ നിൽക്കുക, ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുക, കുഴപ്പമില്ല. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുമ്പോ അതിലൊരാളായി നീ ഞങ്ങളെയും പെടുത്തണേ അല്ലാഹ്. ഇവിടെ വന്നത് കാരണം നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ഒരു സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ നോമ്പ് നോറ്റുകൊണ്ട് ശബ്ദമിടുന്നതും ഈ നോമ്പ് നോറ്റുകൊണ്ട് വെയിലത്തിരുന്നതും നീ നാളെ ആഖിറത്തിൽ മഹ്ശറാ വൻസഭയിൽ ഉപകാരമുള്ള ഒരു അമലായി സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നമാ യഖിഫുൽ ഹിസാബ് യൗമൽ ഖിയാമ. ആരുടെ ഹിസാബാണ് ലഘൂകരിക്കപ്പെടുന്നത്, ആർക്കാണ് നാളെ എളുപ്പമാവുന്നത്, മഹ്ശറാ വൻസഭയിൽ പ്രയാസമില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നത് ആർക്കാണെന്നറിയുമോ? അലാ മൻ ഹാസബ നഫ്സഹു ഫിദ്ദുനിയാ. ആരാണ് ദുനിയാവിൽ വെച്ച് സ്വന്തമായിട്ട് ഹിസാബ് നടത്തുന്നത്, ആരാണ് സ്വന്തമായി ഹിസാബ് നടത്തുന്നത്, അവനാണ് നാളെ മഹ്ശറാ വൻസഭയിൽ ഹിസാബിൽ എളുപ്പമാകുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഖൗബത്ത് ഇബ്നു സമ്മ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച സൂഫി വര്യനായ ഒരു പണ്ഡിതൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, 60 വയസ്സായപ്പോഴാണ് അയാൾ സ്വന്തമായിട്ടൊരു വിചാരണ നടത്തുന്നത്. 60ാമത്തെ വയസ്സിലാണ് വകാന മുഹാസബൻ ലിനഫ്സിഹി. എല്ലാ ദിവസവും ഒന്ന് വിലയിരുത്തും, പഠിച്ചോനെ എന്റെ ഈ റമളാൻ എങ്ങനെയായിരുന്നുവെന്ന്, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നുവെന്ന്, തെറ്റ് വന്നിട്ടുണ്ടോ, നന്മകൾ അധികരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമായിരുന്നു അദ്ദേഹം. എല്ലാ ദിവസവും വിചാരണ നടത്തും. വകാന മുഹാസിബൻ ലിനഫ്സിഹി. അവന്റെ ശരീരത്തെ, അദ്ദേഹത്തിന്റെ ശരീരത്തെ അദ്ദേഹം ഇടയ്ക്കിടെ ഹിസാബ് ചെയ്യുമായിരുന്നു, വിചാരണ നടത്തുമായിരുന്നു. ഫഹസബ യൗമൻ ഉംറുഹു. അദ്ദേഹത്തിന് 60 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം ഒന്നിങ്ങനെ വിചാരണ നടത്തുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് എന്നോണം ജീവിതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് എത്തി നോക്കുന്നത്, ജീവിതത്തിന്റെ ഗതകാല ചരിത്രങ്ങൾ എത്തി നോക്കുന്നത്. 60 വയസ്സായപ്പോഴാണ് അയാൾ സ്വന്തം ജീവിതത്തിൽ വന്ന പാളിച്ചകൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ഫഹസബ അയ്യാമഹാ. എന്നിട്ട് 60 വർഷം ജീവിച്ച ഞാൻ എത്ര ദിവസമാണ് ജീവിച്ചത്, 60 വർഷം ജീവിച്ച ഞാൻ എത്ര ദിവസമാണ് ഭൂമിയിൽ ജീവിച്ചത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു വിവരം കിട്ടി, 21,500 വർഷമാണ്. 21,500 വർഷമാണ് 60 വയസ്സുള്ള ഒരാൾ ഭൂമിയിൽ ജീവിക്കുന്നത്. 60കാരനായ ഒരാൾ ഭൂമിയിൽ ജീവിക്കുന്നത് 21,500 ദിവസമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 21,500 ദിവസം ഞാൻ ഭൂമിയിൽ ജീവിച്ചു. ഒരു ദിവസം ഒരു തെറ്റു ഞാൻ ചെയ്താൽ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാൻ പോകുമ്പോ യാ വൈലത്താ, എന്റെ നാശമേ അപകടം പിടിച്ചിട്ടുണ്ട്. അൽഖൽ മലീക ബി അഹദിൻ വഅശ്രീന അൽഫ ദംബിൻ വഖംസുമിഅ. ഞാൻ ഇങ്ങനെ 60ാമത്തെ വയസ്സിൽ മരിച്ചു പോയാൽ ഒരു ദിവസം ഒരു തെറ്റ് എന്ന രീതിയിലാണ് ഞാൻ ചെയ്തതെങ്കിൽ 21,500 തെറ്റുമായി പടച്ച റബ്ബിനെ കാണേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വകൈഫ വഫീ കുല്ലി യൗമിൻ. എല്ലാ ദിവസവും എല്ലാ രാത്രി
രാത്രിയിലും 10,000 ദംബിൻ 10,000 കണക്കിന് തെറ്റ് ചെയ്യുന്ന ഞാൻ, എല്ലാ ദിവസവും 10,000 കണക്കിന് തെറ്റ് ചെയ്യുന്ന ഞാൻ 21,500 ദിവസം 10,000 കണക്കിന് തെറ്റ് ചെയ്ത് ഈ കോടിക്കണക്കിന് തിന്മയുമായി പാപത്തിന്റെ കഥകളുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോയാൽ എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ബോധം കെട്ട് നിലത്തു വീണു. 60-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ബോധം കെട്ട് നിലത്തു വീണു. അങ്ങനെ അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി. ആലോചിക്കണ്ടേ, നമ്മളൊക്കെ അള്ളാഹുവിനെ പേടിച്ച സൂഫി വര്യനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജീവിതത്തിൽ നന്മകൾ ചെയ്യാതെ ആയിരക്കണക്കിനല്ല 10,000 തിന്മകൾ ദിവസവും ചെയ്യുന്ന നമ്മൾ ഒരു 60 വർഷം ജീവിച്ചു, ഒരു 90 വർഷം ജീവിച്ചു, ഒരു 70 വർഷം ജീവിച്ചു. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കോടിക്കണക്കിന് തിന്മകളുമായി പോകുമ്പോ എങ്ങനെയാണ് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്? മരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ വീണത്. അപ്പോഴാണ് ശരീരി കേൾക്കുന്നത്. അവിടെ നിന്നൊരു ശബ്ദം കേട്ടു. മരിച്ചു നിലത്തേക്ക് വീണപ്പോൾ ശരീരി എന്താണ് ശരീരി? അല്ലയോ അല്ലയോ നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടിലേക്ക് കയറിപ്പോയിക്കോ എന്നൊരു ശബ്ദം കേട്ടു. അങ്ങനെ അദ്ദേഹം മരിച്ചു പോവുകയാണ്. നമ്മളൊന്ന് വിലയിരുത്തി ഇങ്ങനെ ഹിസാബ് ചെയ്തു നോക്ക്, എത്ര തെറ്റുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ? തെറ്റുകളല്ലാതെ വല്ലതുമുണ്ടോ? എല്ലാ ദിവസവും പടച്ചറബിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലുവാനും, ഒരു തെറ്റ് ചെയ്താലുടൻ ഒരു നന്മ എന്ന രീതിയിൽ, ഒരു തെറ്റ് വന്നാലുടൻ ഒരു നന്മ, ആ നന്മ ചെയ്യുമ്പോൾ ചെയ്ത തെറ്റ് അല്ലാഹു മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ മഹ്ശറ വൻസഭയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പാഠമാക്കേണ്ട ഏറ്റവും മനോഹരമായ ഹദീസാണിത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണം. എവിടെ പോയാലും, ഇങ്ങ് പാറാടാണെങ്കിലും കണ്ണൂരാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും അങ്ങ് ഗൾഫിലാണെങ്കിലും ഗോവയിലാണെങ്കിലും നീ എവിടെയാണെങ്കിലും പടച്ച റബ്ബിനെ പേടിക്കണേ. ജീവിതത്തിൽ തെറ്റ് വന്നേക്കാം, മനുഷ്യനാണ്, തെറ്റ് വന്നേക്കാം. അങ്ങനെ ഒരു തെറ്റ് ജീവിതത്തിൽ വരുമ്പോൾ ഉടനെ ഒരു നന്മ ചെയ്യണം. തെറ്റ് വന്നാൽ ഒരു നന്മ, ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ. കാരണം ഒരു തെറ്റ് തെറ്റായിട്ടാണ് അല്ലാഹു ഒരു തെറ്റായിട്ടാണ് എഴുതി വെക്കുക, ഒരു നന്മ 10 നന്മയായിട്ടാണ് എഴുതി വെക്കുക. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്താൽ നീ ചെയ്ത തെറ്റ് അല്ലാഹു മായ്ച്ചു കളയും. നിന്റെ തെറ്റ് അല്ലാഹു മായ്ച്ചു കളയുകയും 10 നന്മയായി നിന്റെ ഏടുകളിൽ അല്ലാഹു കുറിച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണ്ടേ, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇറങ്ങി ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഒരു സഹാബി ഫോളോ ചെയ്യുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മതിലിന്റെ, ഒരു ചുമരിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ശരീരത്തോട് പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ ബഖീൻ ബഖീൻ. അമീറുൽ മുഅ്മിനീനാണ്, അമീറുൽ സ്വന്തത്തോട് പറയാണ്, അമീറുൽ മുഅ്മിനീനാണ് അല്ലേ? അമീറുൽ മുഅ്മിനീൻ ലതത്തഖീനല്ലാഹ്. അമീറുൽ മുഅ്മിനീൻ ഒക്കെ അവിടെ ഇവിടെ ആളുകൾക്ക് മുമ്പിലാണ്. അല്ലാഹുവിന്റെ അടുത്ത് അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് സ്ഥാനമില്ല. പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹിക നവമണ്ഡലങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന പേര് അല്ലാഹുവിന്റെ അടുത്തില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നമ്മളിൽ അല്ലാഹുവിന്റെ അടുത്ത് ഉന്നതർ തഖ്വയുള്ളവരാണ്. അതുകൊണ്ട് തത്തഖീനല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചോളണം. ഹൃദയത്തോട് പറയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചുമരിന്റെ അപ്പുറത്ത് നിന്നിട്ട് പറയാണ്, തത്തഖീനല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചോളണം. ഇല്ലേ ഇല്ലേ ലയുഅദ്ദിബന്നക്, നിന്നെ ഞാൻ ശിക്ഷിക്കുമെന്ന് സ്വന്തം ശരീരത്തോട് പറയാം. നീ അല്ലാഹുവിനെ പേടിക്കാൻ തയ്യാറാവാതെ തിന്മയിലേക്ക് എന്നെ നയിച്ചാൽ നിനക്ക് ഞാൻ ശക്തമായ ശിക്ഷ തരുമെന്ന് സ്വന്തം ശരീരത്തോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. എത്ര ശിക്ഷിക്കേണ്ടി വരും നമ്മൾ, എത്ര ശിക്ഷിക്കേണ്ടി വരും നമ്മൾ. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു
അദ്ദേഹം ഒരു ദിവസം ഒരു തഹജ്ജുദ് നഷ്ടപ്പെട്ടപ്പോ, ഒരൊറ്റൊരു തഹജ്ജുദ് ഒരു ദിവസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. ഒരു രാത്രി അദ്ദേഹം ഉറങ്ങി. ലം യഖും ഫീഹാ യതഹജ്ജദു, അദ്ദേഹം ആ രാത്രി തീരെ തഹജ്ജുദ് നിസ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം മുതൽ ഫഖാമ സന, ഒരു വർഷക്കാലം ഒരു പോള കണ്ണടക്കാതെ മഗ്രിബ് മുതൽ സുബഹി വരെ അദ്ദേഹം നിസ്കരിച്ചു. ഒരു പോള കണ്ണടച്ചിട്ടില്ല. എന്തിനെന്നറിയോ? ഒരു തഹജ്ജുദ് നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ്. നമ്മൾക്ക് എത്ര തഹജ്ജുദ് പോട്ടെ, എത്ര ഫറള് നിസ്കാരങ്ങളാണ് നമ്മൾക്കൊക്കെ നഷ്ടപ്പെടുന്നത്. ഈ നമ്മളാണ് ആഗ്രഹിക്കുന്നത് മഹ്ശറയിൽ രക്ഷപ്പെടുമെന്ന്. ഒരു പേടിയുമില്ല നമ്മൾക്കൊക്കെ, അല്ലെ? എന്തോ ഒരു വിശ്വാസം, എന്തോ ഒരു ശുഭാപ്തി വിശ്വാസം അവിടെ രക്ഷപ്പെടുമെന്ന്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അദ്ദേഹം പറയാണ്, ഒരു തഹജ്ജുദ് നിസ്കാരം, എന്റെ ജീവിതത്തിൽ ഒരു തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടത് കാരണത്താൽ അന്ന് മുതൽ ഞാൻ എന്റെ ശരീരത്തിനെ ശിക്ഷിക്കാൻ തുടങ്ങി. ഒരു തഹജ്ജുദ് നീനൊക്കെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഒരു വർഷം നീ ഉറങ്ങരുത്. മഗ്രിബ് മുതൽ സുബഹി വരെ നിസ്കരിച്ചുകൊണ്ട് ഒരു വർഷമാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞത്, അദ്ദേഹം സമയം ചെലവഴിച്ചത്. കാരണം ഒരു തഹജ്ജുദ് നഷ്ടപ്പെട്ടതാണ്. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ നേരെ വീട്ടിലേക്ക് വരും. അവിടെയുണ്ട് വിളക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്, തന്റെ കൈ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വെക്കും. കൈ ഇങ്ങനെ ചൂടായി വേദനിക്കുകയാണ്. കൈയിന്റെ തോലിങ്ങനെ നഷ്ടപ്പെടുകയാണ്. ഉമ്മമാരെ, നിങ്ങൾക്കറിയാലോ, പാചകം ചെയ്യുമ്പോൾ നമ്മുടെ കൈകളൊന്ന് പൊള്ളിപ്പോയാൽ എത്ര വിഷമമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അറിയാതെ കൊണ്ടുപോകുമ്പോഴാണ് ആ അനുഭവം. അറിയാതെ കൊള്ളുമ്പോൾ അത്ര വേദനിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് കൈവെക്കുമ്പോൾ വല്ലാത്ത വേദനയായിരിക്കും. ഉദാഹരണം, ഒരാൾ മീശ മുറിക്കുമ്പോൾ ചുണ്ട് ചെറുതായിട്ട് മുറിഞ്ഞു പോയി, നമ്മുടെ സ്കിന്നൊന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയി, അത്ര വേദന ആവില്ല. നേരെ മറിച്ച് നമ്മൾ കത്തി എടുത്തിട്ടേ കയ്യിലിങ്ങനെ മുറിക്കാണ്, അപ്പൊ നമ്മൾക്ക് വേദന സഹിക്കാൻ പറ്റൂല. അതേപോലെ ഒരാൾ ഉമ്മ കുക്ക് ചെയ്യാണ്, സ്ത്രീകൾ കുക്ക് ചെയ്യാൻ, ആ സമയത്ത് അറിയാതെ കൈ തീ കൊണ്ടുപോയി, അത്ര വേദനിക്കില്ല. പക്ഷേ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വിരൽ വെക്കുമ്പോ വേദന സഹ്യമാണ്. അദ്ദേഹം ഒരു തെറ്റ് ജീവിതത്തിൽ വന്നു പോയാൽ നേരെ ചെല്ലുന്നത് വീട്ടിലേക്കാണ്. എന്നിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിളക്കിലേക്ക് തന്റെ കൈവെക്കും. അദ്ദേഹത്തിന്റെ വിരൽ അദ്ദേഹം വെക്കും, ആ തീയിൽ വെക്കും. എന്നിട്ട് ശരീരത്തോട് വേദന കൊണ്ട് പുളയുമ്പോ പറയും, എന്തിനാണ് തെറ്റ് ചെയ്തത്? തെറ്റ് ചെയ്യുമ്പോൾ വേദനിക്കുമെന്ന ഓർമ്മയുണ്ടായിട്ടില്ലല്ലേ? തെറ്റ് ചെയ്ത് ഇവിടെ ശിക്ഷിച്ചില്ലെങ്കിൽ നാളെ ഇതിനേക്കാളും ശക്തമായ തീയാണ് വരാൻ പോകുന്നത്. എങ്ങനെയാണ് ഇന്നൊരു തെറ്റ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞത്? എന്ത് ധൈര്യമാണ് നിനക്കുണ്ടായത്? അതുകൊണ്ട് അനുഭവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കൈകളെ പൊള്ളിക്കുമായിരുന്നു മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. ഇനി ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ആഘോഷങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ, ങ്ങളിലേക്ക് പോകുന്നവർ, പടക്കം പൊട്ടിക്കുന്നവർ, പെരുന്നാളിന്റെ തലേന്ന് സർക്കസിന് പോകുന്നവർ, പെരുന്നാളിന്റെ രാത്രി സിനിമയ്ക്ക് പോകുന്നവർ, പെരുന്നാളിന്റെ ദിവസങ്ങളിൽ കള്ള് കുടിച്ച് അർമാദിച്ച് ജീവിക്കുന്ന ആളുകൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളിൽ ഉണ്ടെങ്കിൽ ആലോചിക്കണേ. ഈ സമയത്ത് ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ്. ഒന്ന് ഹിസാബ് നടത്തേണ്ട ദിവസമാണ്. എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ നന്മ പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ നന്മകൾ, എന്റെ നോമ്പുകൾ, എന്റെ സദഖകൾ, എന്റെ നിസ്കാരങ്ങൾ, എന്റെ എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയം. ആ സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ചു നടക്കാണല്ലോ, അല്ലേ? ആയിഷ ബിബി പറഞ്ഞു, അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. സഹാബാക്കളെ കുറിച്ച് പറയുന്ന ഒരു രംഗമാണ്. അല്ലാഹു അക്ബർ. അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. മഹാന്മാരായ സ്വഹാബാക്കളെ കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ വർണ്ണിക്കുകയാണ്. ആരാണവർ? ആരാണ് സ്വഹാബാക്കൾ? നമ്മള് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ ഓരോ ശാഖയിലുള്ള ഓരോ രോഗികൾക്കുള്ള ചികിത്സ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇമാനി ഉസ്താദ് ഇവിടെ ഉണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? എത്രയും തുക എത്രയാണ് പറഞ്ഞത്? 1000 രൂപ മാസത്തിൽ 500 രൂപ. ഇപ്പോൾ ഒരാൾ 6000 രൂപ. മാഷാ അല്ലാഹ്. അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യം അവസാനം പറയാം. അത് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വേല പോയി പോകും. പിന്നെ അപ്പൊ നമ്മളൊക്കെ സ്വതക്ക കൊടുക്കുന്നത് എന്തിനാ? പേരിനാ, അല്ലേ?
സ്വതക്ക കൊടുത്തു, വലിയൊരു തുക ഒക്കെ പള്ളിക്ക് കൊടുത്തു. അടുത്ത വർഷം കമ്മിറ്റി മീറ്റിങ്ങിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തണം എന്ന ഒരു വ്യംഗ്യമായ ഒരു സന്ദേശം കൈമാറും. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കമ്മിറ്റി യോഗത്തിൽ മൂപ്പരെ അങ്ങനെ ഒരു പാനൽ അവതരിപ്പിച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം മുതൽ എല്ലാ സംഭാവന നിർത്തി. പള്ളിയുടെ പ്രസിഡന്റായി സെക്രട്ടറിയായി നിൽക്കുമ്പോൾ ലക്ഷങ്ങളൊക്കെ കൊടുക്കും. സെക്രട്ടറി പള്ളിയുടെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി 5 പൈസ കൊടുക്കുക. ഇതൊക്കെ സ്വതക്കയാണോ? ഇതിനൊക്കെ എങ്ങനെ സ്വതക്കെന്ന് പറയാൻ പറ്റും? നമ്മുടെ സ്വതക്ക എങ്ങനെയാണ്? എന്തെങ്കിലും കുട്ടികൾ പിരിവിന് വന്നു, ഉദാഹരണം SKSF-ന്റെ ഈ ഒരു പരിപാടിനായിക്കോട്ടെ വന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ ഉദാഹരണം പറയാം. വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു നമുക്ക് നല്ലൊരു പരിപാടി സംഘടിപ്പിക്കണം, നിങ്ങൾ വല്ലതും തരണം. അവർ 10,000 രൂപ തന്നു. നോട്ടീസിൽ പേര് കൊടുത്തില്ല, വിളിച്ച് ചൂടാവും. എൻ്റെ പേരില്ലല്ലോ, അയാളുടെ പേരുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ പേരെന്തേ താഴെ വെച്ചത്? അതൊക്കെ ചോദ്യങ്ങൾ. അതാണ് സംഘാടകർ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളാണ് അതൊക്കെ. എൻ്റെ പേരെന്ത് താഴെ കൊടുത്തത്, മുപ്പര് പേര് നേരത്തെ കൊടുത്തല്ലോ, അല്ലെങ്കിൽ മറ്റാളെ പേര് നിങ്ങൾ വേണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തല്ലോ, എൻ്റെ ചെറുതാക്കിയിട്ടാണല്ലോ കൊടുത്തത്, ബോൾഡും ഇറ്റാലിക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. അവർ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളൊന്ന് നമ്മളെക്കുറിച്ച് വിലയിരുത്തുക. നമ്മൾ എന്തിനാണ് ഈ സ്വതക്ക കൊടുക്കുന്നതെന്ന് നമ്മൾ ആത്മാർത്ഥമായ ഉദ്ദേശത്തോടെ പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി ഒരു സദക്ക ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് നമ്മൾക്ക് സഫലമായിരിക്കും. ആ ഒരു ഉദ്ദേശം അല്ലാഹു പൂർത്തീകരിച്ച് തരികയും ചെയ്യും. ദാവൂ മർലാകും ബിസ്സദഖ, വളരെ മനോഹരമായ ഒരു ഹദീസാണ്. ദാവൂ മർലാകും ബിസ്സദഖ, നിങ്ങൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ രോഗികളെ ചികിത്സിക്കേണ്ടത് സ്വതക്ക നൽകിയിട്ടാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നോട് എൻ്റെ ഒരു സുഹൃത്താണ്, ആദരണീയനായ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് അസുഖമാണ്. അദ്ദേഹം പറഞ്ഞു 20 ലക്ഷമല്ല 30 ലക്ഷത്തോളം ഹോസ്പിറ്റലിൽ പോയി ചെലവഴിച്ചിട്ടുണ്ട്. ശിഫയാകുമെന്നൊരു പ്രതീക്ഷയില്ല, ശിഫയാകുമെന്ന് പ്രതീക്ഷയില്ല. അദ്ദേഹം തന്നെയാണ് വരുമ്പോൾ ഒരു 1000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞത്, ഉസ്താദേ നിങ്ങൾ എന്തായാലും ദുആ ചെയ്യണം ശിഫയാകാൻ വേണ്ടി. ശിഫയാകുമെന്ന് പ്രതീക്ഷയില്ല, അള്ളാഹുവിന്റെ പ്രതീക്ഷ മാത്രമാണ് മുമ്പിലുള്ളത്. 20, 30, 40ഓളം ലക്ഷക്കണക്കിന് രൂപ ഒരു ക്യാൻസർ രോഗം വന്നതിന്റെ പേരിൽ ചെലവഴിച്ചു ആ സുഹൃത്ത്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. അള്ളാഹുവേ നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. ദീനിനെ സ്നേഹിക്കുന്ന ഒരാളാണ് റബ്ബേ, പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ദുആ ചെയ്യുന്ന ആളല്ല, ആമീൻ എന്ന് പറയുന്ന എത്രയോ മഹാനായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. ദാവൂ മർലാകും ബിസ്സദഖ, ഡോക്ടർമാരല്ല ചികിത്സ നൽകുന്നത് ഡോക്ടർമാരാണ്, ശിഫ നൽകുന്നത് ഡോക്ടർമാരല്ല. നിങ്ങൾ 20 ലക്ഷം ചെലവഴിക്കുമ്പോ 1 ലക്ഷം ദീനിന് വേണ്ടി ചെലവഴിച്ചേക്ക്, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാൻ വേണ്ടി ചെലവഴിച്ചാൽ ദാവൂ മർലാകും ബിസ്സദഖ, ആ മനസ്സിന്റെ ഇഖ്ലാസ് കൊണ്ട് പടച്ച റബ്ബ് ശിഫ തരും. തമാശയല്ല, ഇത് പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഹബീബിനോട് ആയിഷ ബീവി ചോദിച്ചു, അല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില, അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് സംഭാവന ചെയ്യുന്നവർ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം ഇങ്ങനെ വിറക്കുന്നുണ്ട്. സ്വതക്ക കൊടുക്കുമ്പോ വിറക്കാണ്, കൈകൾ വിറക്കുക, മനസ്സ് വിറക്കുക, ഹൃദയം വിറക്കുക. എന്തിനാണ് പഠിച്ചോനെ? ആയിഷ ബീവിക്ക് സംശയം, എന്തിനാണ് നബിയെ ഒരാൾ സ്വതക്ക കൊടുക്കുമ്പോ വിറക്കേണ്ട ആവശ്യം എന്താ? തെറ്റിയല്ലോ. അവർ കള്ളു കുടിച്ചിട്ട് നന്നാവാൻ വേണ്ടിയിട്ട് സ്വതക്ക കൊടുക്കാണോ? ഇതുവരെ വ്യഭിചരിച്ച് നടന്നിട്ട് പെട്ടെന്ന് നന്നാവാനുള്ള ബോധം വന്നു, അപ്പോഴേക്കും ഒരു 10,000 രൂപ കൊടുത്തു, അങ്ങനെ വിറക്കാണോ? ഇതുവരെ മോഷ്ടിച്ച് കായംകുളം കൊച്ചുണ്ണിയെ പോലെ മോഹിച്ച് ബാങ്കൊക്കെ കൊള്ള നടത്തി അറബിയുടെ ട്രൗസറൊക്കെ മൂരി വന്ന് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ട് പള്ളിക്ക് കൊടുക്കുക, എന്നിട്ട് മനസ്സ് വിറക്കാണോ? ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹുമുല്ലദീന, അവർ കട്ട ആളുകളാണോ? അഹുവർ റജുലു യസ്നി, വ്യഭിചരിച്ച ആളാണോ? കട്ട ആളാണോ? മോഷണം നടത്തിയ ആളാണോ? കള്ളു കുടിച്ച ആളാണോ? എന്തിനാണ് ഈ വിറക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ലാ യാ ബിൻത അബീ ബക്കർ, അബൂബക്കറിന്റെ മകളെ, അവർ കട്ടതുകൊണ്ടോ മോഷ്ടിച്ചതുകൊണ്ടോ കള്ളു കുടിച്ചതുകൊണ്ടോ വ്യഭിചരിച്ചതുകൊണ്ടോ അല്ല വിറക്കുന്നത്, പക്ഷേ അവർ വിറക്കുന്നത് അവൻ നോമ്പുകാരനാണ്, അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ സദഖ ചെയ്യുന്നവനാണ്, നല്ല ഒരു തഖ്വയുള്ള ഒരാളാണ്, എന്റെ ഈ സദഖ അല്ലാഹു സ്വീകരിച്ചുവോ ഇല്ലേ? അതാണ് അയാൾ വിറക്കാനുള്ള കാരണം.
എന്റെ സദഖ ഞാൻ കൊടുത്ത ഈ ദാനധർമ്മം അള്ളാഹു സ്വീകരിച്ചുവോ ഇല്ലേ എന്നതാണ് അയാളുടെ വിഷമം. ഇനി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് വെറുതെയാണല്ലോ, ഇത് വേസ്റ്റ് ആണല്ലോ. കൊടുത്തത് അള്ളാഹുവിന് വേണ്ടിയാണ്, നാട്ടുകാർക്കല്ല, അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് കൊടുത്തത്. എന്നിട്ടും പടച്ച റബ്ബ് സ്വീകരിക്കുമോ എന്നാണ് അദ്ദേഹത്തിന്റെ പേടി. നമ്മൾക്ക് അങ്ങനെ പേടിയുണ്ടോ? റമദാൻ കഴിഞ്ഞിട്ട് എന്നെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? പടച്ചോനെ എന്റെ റമദാൻ സ്വീകരിക്കണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. 6 മാസമാണ് നിരന്തരമായി ദുആ ചെയ്തത്. എന്റെ റമദാൻ സ്വീകരിക്കണേ അല്ലാ, എന്റെ റമദാൻ സ്വീകരിക്കണേ അല്ലാ എന്ന് 6 മാസം ദുആ ചെയ്തപ്പോ പെരുന്നാളിന്റെ ഒരു പകലിലെങ്കിലും പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ ബൈക്കെടുത്ത് കറങ്ങാണല്ലേ. സ്വീകരിച്ചോ എന്ന് ഉറപ്പില്ലാതെ കറങ്ങാൻ പോവാ. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. മഹാനായ അല്ലാഹു തആല പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുള്ളൂ. നമ്മുടെ ഹൃദയം നോക്കും, തഖ്വയുണ്ടോ? നമ്മുടെ ലക്ഷ്യം നോക്കും, ശരിയാണോ? അങ്ങനെ ശരിയാണെങ്കിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ദുആ ചെയ്തല്ലോ, റബ്ബനാ വതഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഖുർആൻ പറയുന്നുണ്ട് ആ രംഗം, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവാണ് ഭവനം നിർമ്മിക്കാൻ പറഞ്ഞത്, അല്ലാഹുവാണ് കഅബ നിർമ്മിക്കാൻ പറഞ്ഞത്. എന്നിട്ട് കഅബ പൂർത്തീകരിച്ചപ്പോഴാണ് രണ്ടുപേരും ദുആ ചെയ്തത്, പടച്ചോനെ സ്വർഗ്ഗം തരണമെന്നല്ല, പടച്ചോനെ ആഫിയത്ത് തരണമെന്നല്ല, പടച്ച റബ്ബേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ ചെയ്യണേ എന്നല്ല, റബ്ബനാ വതഖബ്ബൽ മിന്നാ. അല്ലാഹുവേ നീ എൻ്റെ ഈ പ്രവർത്തനം, എൻ്റെ മകന്റെ പ്രവർത്തനം നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കറിയില്ല അല്ലാഹു സ്വീകരിച്ചുവോ ഇല്ലേ എന്ന്. ശക്തമായ ചൂടുള്ള മക്ക മണലാരുണ്യത്തില് അല്ലാഹുവിന് വേണ്ടി കഅബ മന്ദിരം പണിയുകയാണ്. വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ചുകൊണ്ട് ശക്തമായ ചൂട്ടിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഭവനം നിർമ്മിച്ചിട്ട് ഇവര് എന്താണ് ദുആ ചെയ്തത്? റബ്ബനാ വതഖബ്ബൽ മിന്നാ. അല്ലാഹുവേ നീ സ്വീകരിക്കണം, അതേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ, വേറൊന്നും ലക്ഷ്യമില്ല. ലാ തഅബുദൂഹു ലിതുല്ലാഹ്, ലാ തഅബുദൂഹു ലിതുല്ലാഹ്. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെ തൃപ്തിക്ക് വേണ്ടി, ലാ തഅബുദൂഹു ലിതുഅത, തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ആരാധിക്കണ്ട. അല്ലാഹുവിന്റെ ഓഫറിന് വേണ്ടിയിട്ടോ സ്വർഗത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ആരാധിക്കണ്ട. സ്വർഗം ആഗ്രഹിച്ചിട്ട് ഇബാദത്ത് എടുക്കണ്ട, സ്വർഗം ആഗ്രഹിച്ചിട്ട് ബാലിന് വരണ്ട, സ്വർഗം ആഗ്രഹിച്ചിട്ട് നിസ്കരിക്കണ്ട. ബൽ അഅബുദൂഹു ലിയുല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ എന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ആരാധിക്കേണ്ടത്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ആരാധിക്കേണ്ടത്. അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചാൽ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് എണ്ണമില്ലാത്ത രീതിയിൽ ഗംഭീരമായി തന്നെ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല ആരാധിക്കേണ്ടത്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആരാധിക്കുകയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നതും വെറുതെയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കളിക്കുന്നതിന് മുമ്പ്, ചിരിക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മളെല്ലാം ആലോചിക്കുക, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? റമദാൻ സ്വീകരിച്ചിട്ടുണ്ടോ? നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? ഖുർആൻ പാരായണം സ്വീകരിച്ചിട്ടുണ്ടോ? എന്നിട്ട് മതി കളികളൊക്കെ, എന്നിട്ട് മതി ആഭാസങ്ങളൊക്കെ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. എന്താണ് അവർ ചെയ്യുന്നത്? വലിയ പർവ്വതം, തിഹാമാ പർവ്വതം കണക്കെ നന്മയുടെ കൂമ്പാരവുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ. തഹജ്ജുദ് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സകാത്തുണ്ട്, സദഖയുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, നമാസ്, റോസ,
وقرباني وحج ये सब बाकी है तू बाकी नहीं है എല്ലാം നമ്മൾക്കുണ്ട് നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും സദഖയും എല്ലാമായി പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ആ വെളുത്തു കിടക്കുന്ന ശുഭ്രവസ്ത്രധാരിയെ പോലെ നമ്മൾക്ക് തോന്നിപ്പിക്കുന്ന മനോഹരമായ പ്രൗഢമായ അതിവിശാലമായി നീണ്ടു കിടക്കുന്ന പർവ്വതം കണക്കെ നന്മയുടെ കൂമ്പാരങ്ങളുമായി പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് സ്വർഗ്ഗം പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്ന ആളുകളെ എനിക്കറിയാം. പക്ഷേ ആ പർവ്വതത്തെ മുഴുവനും ധൂളിയായി പൊടിപടലങ്ങളായി അള്ളാഹു നുറുക്കി വലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ ആരുടെ അമലാണത്? നമ്മൾക്ക് നിസ്കാരത്തിന് കുറവുണ്ടോ? ഞാൻ ചോദിക്കാം. ഇവിടെയുള്ള വയസ്സന്മാർക്കൊക്കെ അറിയാം, പഴയ കാലത്തുള്ള നിസ്കാരമാണോ ഇപ്പോൾ ഉള്ള നിസ്കാരമാണോ കൂടുതൽ? പഴയ നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പോൾ ഒരു 60-70 വയസ്സുള്ള ആളുകളൊക്കെ ചിന്തിച്ചാൽ മതി. അന്ന് കാലത്ത് ഇപ്പോൾ ഉള്ള നിസ്കാരമുണ്ടോ? ഇപ്പോൾ ഉള്ള വാലുകളുണ്ടോ? ഇപ്പോൾ ഉള്ള സ്വതക്കുകളുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഈ കാലത്താണ് ഏറ്റവും കൂടുതൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, സ്വതക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ പ്രോബ്ലം എവിടെയാണ്? അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നത്. പർവ്വതം കണക്കെ നന്മയുമായി വരുന്നവരാണ്. അവരുടെ നന്മയെ ചീട്ടുകൊട്ടാരം പോലെ അള്ളാഹു പൊളിച്ച് തവിട് പൊടിയാക്കി വിരിച്ചെറിയും. അപ്പോഴാണ് സ്വഹാബി ചോദിച്ചത്, സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, അവരാരാണ്? അവരെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തരൂ. ലിഅല്ലാ നകൂന മിൻഹും, അവരിൽ പെടാതിരിക്കാനാണ്. അവരാരാണെന്ന് അറിയുന്നത് എന്തിനാണ്? അവരിൽ പെടാതിരിക്കാനാണ്, അവരെ പരിഹസിക്കാനല്ല. നമ്മളെന്തിനാ ആളെ പറഞ്ഞുകൊണ്ട് പറയുന്ന ആളെ തിരിച്ചറിയണം നമ്മൾക്ക്, എന്നിട്ട് അയാളൊന്ന് വിലയിരുത്തണം. പക്ഷെ അവരാളെ വിലയിരുത്താൻ വേണ്ടിയിട്ടല്ല, അവരിൽ ഞങ്ങൾ പെടാതിരിക്കണം. നബിയെ, അവരിൽ പെടാതിരിക്കാൻ വേണ്ടി സിഫ്ഹും ലനാ, നീ ഞങ്ങൾക്ക് അവരെ പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരന്മാർ തന്നെ, മുസ്ലിമീങ്ങൾ തന്നെ. വമിൻ ജിൽദതികും, നിങ്ങളുടെ അതേ വർഗ്ഗമാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, 20 മുതൽ 30 വരെ ഒരു രാത്രി പോലും പാഴാക്കാതെ ഇബാദത്ത് ചെയ്ത ആളാണ്. യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ എങ്ങനെ നിസ്കരിക്കുന്നു അതുപോലെ അവരും തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. രാത്രി ഒന്നുപോലും പാഴാക്കാതെ, ലൈലത്തുൽ ഖദ്ർ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ സകലമാന നന്മകൾക്കും നേതൃത്വം നൽകിയ ആളുകളാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ, അവരിൽ ഒരു സ്വഭാവമുണ്ട്. സഹോദരിമാരെ, പെൺകുട്ടികളെ, നിങ്ങളിത് ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ വിഷയം തമാശയല്ല. സഹോദരന്മാരെ, ഈ വിഷയം ശ്രദ്ധിക്കണം. ഒരുപാട് നന്മയുമായി സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയോടെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുമ്പോ ചീട്ടുകൊട്ടാരം പോലെ തവിട് പൊടിയാക്കി അള്ളാഹു വലിച്ചെറിയുന്ന നന്മകൾ ആരുടെ നന്മയാണ്? അവർ ചില ആളുകളാണ്. വലാകിന്നഹും അഖ്വാമുൻ, അവരൊരു കൂട്ടം ആളുകളാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ, ഒറ്റയ്ക്കൊരു ഹറാമ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ അവര് ഹറാമ് ചെയ്യും. ഉമ്മയും ഉപ്പയും അപ്പുറത്തുള്ള റൂമിൽ കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ സ്വന്തമായ ഒരു മുറിയിൽ കയറി തന്റെ പുതപ്പ് പുതച്ചുകൊണ്ട് തന്റെ കാമുകന്മാരോട് തന്റെ രാത്രിയിൽ ആരാരും അറിയാതെ ഒറ്റയ്ക്കിരുന്നിട്ട് ചാറ്റ് ചെയ്യുന്ന പെണ്ണേ, നിന്നെ കുറിച്ചല്ലാതെ പിന്നെ ആരെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ, ഒരു തെറ്റ് ചെയ്യാൻ വേറെ ഒരാളും കാണുന്നില്ല എന്നൊരവസരം ലഭിക്കുമ്പോൾ അവർ തെറ്റ് ചെയ്തേക്കും. സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂറിന് പോയതാണ്, അപ്പോഴേക്കും കാമുകന്റെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അവന്റെ കൂടെ ഷോൾഡറിൽ കൈവെക്കുന്നതിൽ കുഴപ്പമില്ല, അവന്റെ കൂടെ സെൽഫി എടുക്കുന്നതിൽ കുഴപ്പമില്ല, അവന്റെ കൂടെ ജ്യൂസ് കുടിക്കുന്നതിൽ കുഴപ്പമില്ല, അവന്റെ കൂടെ ബൈക്കിൽ പോകുന്നതിൽ കുഴപ്പമില്ല. നാട്ടിലെത്തുമ്പോൾ എന്തോ ഒരു ഡീസന്റ് പർദ്ദ ധരിച്ചിട്ടുണ്ട്, സ്കാർഫ് ധരിച്ചിട്ടുണ്ട്, ഹിജാബ് ധരിച്ചിട്ടുണ്ട്, നല്ല സൂഫി വര്യയായ പെണ്ണാണ് നാട്ടിൽ. പക്ഷേ ആരും കാണുന്നില്ല എന്ന് തോന്നുമ്പോ ഇൻതഹകൂഹാ, ഹറാമ് ചെയ്യുകയാണ്, ചാറ്റ് ചെയ്യുകയാണ്, കാമുകന്മാരുമായി സംസാരിക്കുകയാണ്. കള്ളു കുടിക്കാൻ അവസരം ലഭിച്ചു, നാട്ടുകാരൊന്നുമില്ല, കള്ളു കുടിക്കുകയാണ്. വ്യഭിചരിക്കാൻ അവസരം ലഭിച്ചു, ആരും കാണുന്നില്ല, വ്യഭിചരിക്കുകയാണ്. തെറ്റ് ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോ തെറ്റ് ചെയ്യുമെന്ന് മനസ്സിൽ തോന്നലുള്ള ആളുകൾ വരെ ഇതിൽ പെട്ടുപോകും. എന്നെ കുറിച്ച് ഞാനും നമ്മളെ കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട അവസ്ഥ എന്താണ്? എനിക്ക് തെറ്റ് ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ ഞാൻ ചെയ്യുമോ? അല്ല. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ,
അള്ളാഹുവിനെ പേടിയുള്ള ആളുകളാണെങ്കിൽ പിശാച് തിന്മയുടെ പ്രോത്സാഹനമായി നീ പ്രണയിക്കുമോളെ. പ്രണയമൊക്കെ ഇല്ലെങ്കിൽ എന്ത് ജീവിതമാണ് അല്ലെ? അങ്ങനെയൊക്കെ പറയാ. ഗേൾ ഫ്രണ്ട് ഇല്ലേ? ഇല്ല, നിന്റെ ജീവിതത്തിന്റെ പകുതിയും പോയി. നീ ഇന്നാലും സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, നിന്റെ ജീവിതത്തിന്റെ മുക്കാ പകുതിയും പോയി. ഇങ്ങനെയൊക്കെ പറയാം. കുട്ടികൾക്ക് ഇതൊക്കെ പറയാനുള്ള സ്കൂളിൽ ചെന്നാൽ. നീ മറ്റേ സിനിമ കണ്ടോ? ആ സീരിയൽ കണ്ടോ? അതൊന്നും കണ്ടിട്ടില്ലേക്ക് എവിടെയാ? എൻ്റെ നാട്ടിൽ സൂര്യ ഉദിച്ചിട്ടില്ല. ഇതൊക്കെ ചോദിക്കുക, തമാശയല്ല. ഇതൊക്കെ ചോദിക്കുക. കുട്ടികൾക്കറിയാം ഇതൊക്കെ. അവർ ചിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇതൊക്കെ അറിയാം. അപ്പൊ ഇതൊക്കെ അവർ ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു നമ്മൾ സ്വന്തമായിട്ടൊരു തെറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഒരവസരം കിട്ടിയെന്ന് നമ്മൾ സങ്കല്പിക്കുക. ആരും കാണില്ല, ആരും അറിയില്ല. ആ ഒരു സമയത്ത് ഞാൻ അള്ളാഹുവിനെ പേടിക്കുമോ അല്ല തെറ്റ് ചെയ്യുമോ? അങ്ങനൊരവസരം കിട്ടിയാൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. എന്റെ റൂമിന്റെ ഉള്ളിൽ ചെത്തുമ്പോ ചാറ്റിംഗ് നടക്കുന്നത്, എന്താ നടക്കുന്നത്? സ്റ്റഡി ടൂറിന് പോകുമ്പോൾ മാത്രം എന്തേ പ്രശ്നങ്ങൾ നടക്കുന്നത്? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. ഒറ്റയ്ക്ക്, ആരും കാണില്ല, ആരും തിരിച്ചറിയില്ല. ഇന്നലെ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, ബാംഗ്ലൂർ ഒരു അസീം പ്രഞ്ചി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സുഹൃത്താണ്. അവൻ പറഞ്ഞു, നിങ്ങൾ ബാംഗ്ലൂരിൽ ഇങ്ങനെ മാളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മലയാളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. എന്താ പേടി വരാൻ കാരണം? ഒരാൾ മാളിൽ പോകുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. മാളിൽ പോകുന്ന ഒരാൾക്ക് മലയാളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ആഗ്രഹമല്ലേ വരേണ്ടത്? നമ്മൾ നാട്ടുകാരുണ്ടല്ലോ, മാഷാ അല്ലാഹ് ഒന്ന് കൈയൊക്കെ പിടിച്ച് സംസാരിക്കുക. എന്തേ പേടിക്കേണ്ടത്? പേടിക്കാനുള്ള കാരണം എന്താ? ഞാൻ ചോദിക്കുകയാണ്, പേടിക്കാനുള്ള കാരണം. ഇയാളുടെ കൂടെ നന്മയുണ്ടെങ്കിൽ അയാൾ പേടിക്കില്ല. എന്തോ ഒരു പന്തികേട് ഇയാളുടെ കൂടെയുണ്ട്. അപ്പൊ ഇയാൾക്ക് മലയാളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയാണ്. പഠിച്ചോനെ, ആരെങ്കിലും അറിയുന്ന ആളാണോ, നാട്ടുകാരാണോ? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ബാംഗ്ലൂരിലാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും മംഗലാപുരത്താണെങ്കിലും പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസം നടത്തുന്ന ആളുകൾ, ഇൻതഹകൂഹാ, നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ ഹജ്ജ്, നിന്റെ സകാത്തും നിന്റെ സദഖയും അല്ലാഹു പൊടിയാക്കി വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിട്ട് നമ്മൾ വിചാരിക്കുക നമ്മളൊക്കെ സ്വർഗത്തിന്റെ ഫിർദൗസിൽ അഅല ഉന്നതമായ തട്ടിൽ തന്നെ കിടക്കുന്നുള്ള പ്രതീക്ഷയോടെ നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ വിഷയം വളരെ ഗൗരവമായി ചിന്തിക്കുക. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പരിശുദ്ധമായ റമളാനൊക്കെ വിട പറഞ്ഞു എന്നിട്ട് ആഘോഷിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചില ചെറുപ്പക്കാരുടെ ആ ഒരു അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോയി. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോ ചില ആളുകൾ ചിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ശഹ്റ റമളാന മിൽമാറൻ ലിഖൽഖിഹി യസ്തബിഖൂന ഫീഹി ലിതാഅതിഹി ഫസബഖ ഖവാമുൻ ഫഫാസു. അല്ലാഹുവിന്റെ മനോഹരമായ ഒരു മാസം കഴിഞ്ഞു. പരസ്പരം മത്സരിക്കാനാണ് ഈ മാസം തന്നത്, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കാൻ. ആരാണോ നന്മ ചെയ്തത് അവര് വിജയിക്കുകയും നന്മ ചെയ്യാത്ത ആളുകൾ, അള്ളാഹു പുറത്തു കൊടുക്കാത്ത ആളുകൾ പരാജയപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു ദിവസം, പെരുന്നാളിന്റെ ദിവസം, ഈ ഒരു ദിവസം വിജയിക്കുന്നവർ വിജയിച്ചു, തോറ്റവർ തോറ്റുപോയി. അങ്ങനെ വിജയിച്ചവർക്ക് തന്നെ ഉറപ്പില്ല ഞാൻ വിജയിച്ചിട്ടുണ്ടോ എന്ന്. തോറ്റവർക്ക് പിന്നെ ഏതായാലും വിഷമമാണ്. അങ്ങനെ ആളുകൾ ശങ്കിച്ചു നിൽക്കേണ്ട ഒരു സമയത്ത് അജബൻ കുല്ലൽ അജബ് ഫൽ അജബ് കുല്ലൽ അജബ്, വല്ലാത്ത അത്ഭുതമാണ്. ലില്ലാഹിക്കിൽ ലാഇബി, അങ്ങനെ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നുകയാണെന്ന് മഹാനായ ഹസനുൽ ബസരി. പിന്നെയല്ലേ ബൈക്ക് റേസിംഗ് നടത്തുന്നത്, പിന്നെയല്ലേ കാർ റേസിംഗ് നടത്തുന്നത്, പിന്നെയല്ലേ പടക്കം പൊട്ടിക്കുന്നത്, പിന്നെയല്ലേ സിനിമ കാണുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ദിവസം, പെരുന്നാളിന്റെ പെരുന്നാളിന്റെ രാവിലെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ഉടനെ ആലോചിച്ചേക്കണം, എന്റെ റമളാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. റമളാനിൽ കൃത്യമായി നിസ്കാരങ്ങൾ, കൃത്യമായി ജമാഅത്തുകൾ. റമളാൻ കഴിഞ്ഞു പെരുന്നാളിന്റെ സുബഹി നിനക്ക് നഷ്ടപ്പെട്ടു. നീ പെരുന്നാൾ നിസ്കാരം നടക്കുന്നത് വരെ കിടന്നുറങ്ങി. എന്നിട്ട് നീ പള്ളിയിലേക്ക് വരുമ്പോ നീ ആലോചിച്ചോ, നിന്റെ റമളാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്ന്. ഇനി സുബഹി നിസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരത്തിന് വന്നു, മനോഹരമായി ചെത്തിപ്പൊളിച്ച് നീ ചങ്ങാതിമാരുടെ കൂടെ ഇറങ്ങി ളുഹ്ർ നിസ്കരിക്കാതെ നീ കറങ്ങി നിന്റെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അപ്പോ തന്നെ നീ ഉറപ്പിച്ചോളണം, നിന്റെ റമളാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്ന്. റമളാൻ സ്വീകരിച്ചതിന്റെ ലക്ഷണം നമ്മൾക്കതിനു ശേഷം കൃത്യമായി നിസ്കാരവും നന്മയും കൊണ്ടു നടക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹു നമ്മൾക്ക് വിജയം നൽകുന്നത്. വനുഫിഖ ഫിസ്സൂർ فصعق من في السماوات ومن في الأرض إلا من شاء الله
ثم نفخ فيه أخرى فإذا هم قيام ينظرون وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون ونفخ في الصور സൂർ എന്ന കാഹളത്തിൽ ആദ്യത്തെ ഊത്ത് സംഭവിക്കുകയാണ്. ونفخ في الصور فصعق من في السماوات ومن في الأرض. ആ ഒരു ഊത്ത് നടക്കുമ്പോഴാണ് ലോകത്തുള്ള സകല ചരാചരങ്ങളും മരിച്ചു വീഴുന്നത്. فصعق من في السماوات ومن في الأرض. ഭൂമിയിലുള്ള സകല ആളുകളും മരിച്ചു പോവുകയാണ്. ആര് ബാക്കിയാകും? ഇസ്രായീൽ അലൈഹിസ്സലാം ബാക്കി, ഇസ്രാഫീൽ അലൈഹിസ്സലാം ബാക്കി, ജിബ്രീൽ അലൈഹിസ്സലാം ബാക്കി, മീകായിൽ അലൈഹിസ്സലാം ബാക്കി. അപ്പോഴാണ് അല്ലാഹു അസ്രായീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. വസഇക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ മറ്റുള്ള ആളുകളെല്ലാം, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ മറ്റുള്ള ആളുകളെല്ലാം ബോധം കെട്ട് നിലത്ത് വീണ് മരിച്ചു പോകുന്ന ഒരു ദിവസം. ഇല്ലാ മൻ ഷാ അല്ലാഹ്. ആരാണ് മൻ ഷാ അല്ലാഹ്? മഹാനായ അസ്രായീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ, എന്നിട്ട് പറയും ഇസ്രാഫീലിന്റെ റൂഹ് പിടിക്കാൻ, എന്നിട്ട് പറയും മീകായിലിന്റെ റൂഹ് പിടിക്കാൻ. അവസാനം അസ്രായീൽ അലൈഹിസ്സലാമും അല്ലാഹുവും മാത്രം ബാക്കിയാവുന്നുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, ലോകത്തുള്ള എത്ര ആളുകളുടെ റൂഹാണ് നീ പിടിച്ചത്? അവർ അനുഭവിക്കുന്ന വേദന നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? അസ്രായീലിനോട് അല്ലാഹു പറയുകയാണ്, എത്ര ആളുകളുടെ റൂഹാണ് നീ പിടിച്ചത്? എത്ര ആളുകളെയാണ് വേദനിപ്പിച്ചത്? അവരനുഭവിച്ച വേദനയുടെ എന്തെങ്കിലും ഒരു അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് അനുഭവിക്കൂ എന്ന് പറഞ്ഞു അല്ലാഹു അസ്രായീലിന്റെ റൂഹ് പിടിക്കുമ്പോ ശക്തമായ ഒരു അട്ടഹാസത്തോടെ അസ്രായീൽ അലൈഹിസ്സലാമും മരിച്ചു വീഴുമെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാം ബാക്കിയായി. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബി ذو الجلال والإكرام فبأي آلاء ربكما تكذبان. ലോകത്തുള്ള സകല ചരാചരങ്ങളും നശിച്ചു. ويبقى وجه ربك ذو الجلال والإكرام. അല്ലാഹു മാത്രം ബാക്കിയാവുകയാണ്. എന്നിട്ട് വനുഫിഖ ഫീഹി ഉഖ്റാ. രണ്ടാമതൊരു ഊത്ത് പരിശുദ്ധമായ ഭൂമിയിലേക്ക് ഊതുന്നു. വനുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. അപ്പോഴാണ് മരിച്ചുപോയ ആളുകളെല്ലാം എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. കബറാളികളൊക്കെ എണീക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. വനുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങും. അതിലാദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. അപ്പോഴാണ് എല്ലാവരും എണീറ്റ് നിന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ വവുളിഅൽ കിതാബ് വജീഅ ബിന്നബിയ്യീന വശുഹദാ വഖുളിയ ബൈനഹും ബിൽ ഹഖ്. എന്നിട്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ കൊണ്ടുവരുന്നത്, ശുഹദാക്കളെ കൊണ്ടുവരുന്നത്, സാക്ഷികളായി കൊണ്ടുവരുന്നത്. ലോകത്തുള്ള സകലമായ ആളുകളെയും കൊണ്ടുവന്നു. വഖുളിയ ബൈനഹും ബിൽ ഹഖ്. നന്മ ചെയ്ത ആളുകൾക്ക് നന്മയും തിന്മ ചെയ്ത ആളുകൾക്ക് തിന്മയും നൽകുന്നത് എപ്പോഴാണ്? അവിടെയാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ, നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു ഹദീസ് കാണുന്നത് അവിടെയാണല്ലോ. ലാ തസൂലു ഖദമ ഇബ്ന ആദം ഹത്താ യുസ്അല അൻ ഖംസിൻ. അഞ്ചുകാര്യം ചോദിക്കാതെ അതിന് മറുപടിയില്ലാതെ ഒരാളുടെ കാൽപാദങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ അനക്കാൻ പറ്റൂല. ലാ തസൂലു ഖദമ ഇബ്ന ആദം. ഒരു മനുഷ്യന്റെ കാൽപാദങ്ങളും ചലിക്കാൻ പറ്റൂല, അനക്കാൻ പറ്റൂല. ഏതുവരെ? ഹത്താ യുസ്അല അൻ ഖംസിൻ. അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ. ഏതാണ് അഞ്ചു കാര്യം?
ഏതാണ് 5 കാര്യം? അൻ ഉംരിഹി ഫീമ അഫ്നാ, 60 വർഷം ജീവിച്ചില്ലേ, ആ 60 വർഷത്തെ നീ എങ്ങനെയാണ് ചെലവഴിച്ചത്? 60-കാരനായ നീ എത്ര വർഷം ജീവിക്കാൻ അവസരം ലഭിച്ചു? എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? വഅൻ ശബാബിഹി ഫീമ അബ്ലാ, നിന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു? ചെറുപ്പക്കാരികളെ, ചെറുപ്പക്കാരാ, 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലയളവ് പ്രത്യേകമായൊരു ചോദ്യമുണ്ട് പടച്ചുറപ്പിന്റെ മുമ്പില്. മൊത്തത്തിലൊരു ചോദ്യമുണ്ട്. ആദ്യം നീ ജനിച്ചത് മുതൽ നിന്റെ മരണം വരെ. അതിന്റെ ഇടയിൽ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഒരുപക്ഷേ നിന്റെ ആയുസ് കാലത്ത് നിനക്ക് തിന്മകളും തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ചെറുപ്പകാലം, നിന്റെ യുവത്വം, നിന്റെ യൗവനം നീ നന്മയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 15 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് മുതൽ 40 വയസ്സ് വരെ അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ മഹ്ശറാവൻ സബ സുഖമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെയാണല്ലോ ചോദിക്കുന്നത് വഅൻ മാലിഹി, എന്റെ സമ്പത്ത് നീ എന്ത് ചെയ്തു എന്ന്. സമ്പത്ത് നീ എന്ത് ചെയ്തു? എന്ത് ചെയ്തു സമ്പത്ത്? മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ നാമധേയത്തിൽ അലങ്കരിച്ചിട്ടുള്ള ഈ പ്രൗഢമായ സദസ്സിന് നേതൃത്വം നൽകിയ മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കണ്ണിയത്ത് ഉസ്താദിന് ഓർമ്മയുണ്ടല്ലോ. തന്റെ കയ്യിൽ നിന്നൊരു 2 രൂപയുടെ കോയിൻ, 50 പൈസയുടെ കോയിൻ, 50 പൈസയുടെ കോയിൻ ഹൗലിലേക്ക് വീണപ്പോഴാണ് ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഹൗലിലേക്ക് ഇറക്കിയിട്ട് പെറുക്കാൻ പറയുന്നത്. ഹൗലിലേക്ക് ഇറക്കി പെറുക്കിയെടുത്തു. എന്നിട്ട് കുട്ടിയുടെ കയ്യിൽ 2 രൂപ തന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കുമ്പോഴാണ് ആളുകൾ ചോദിച്ചത്, എന്തിനാണ് ഉസ്താദേ 50 പൈസയല്ലേ വീണത്? കുട്ടിക്ക് നിങ്ങൾ 2 രൂപ കൊടുത്തില്ലേ? 1 രൂപ 50 പൈസ നിങ്ങൾക്ക് നഷ്ടമല്ലേ? നിങ്ങൾക്കത് അവിടെ ഒഴിവാക്കാമായിരുന്നില്ലേ? അപ്പോഴാണ് മഹാനായ ഉസ്താദ് പറഞ്ഞ മറുപടി വഅൻ മാലിഹി, എന്റെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യാനുണ്ട്. 50 പൈസ അതിനെക്കുറിച്ച് പടച്ചറബ് ചോദിക്കുമ്പോ നന്മയിലല്ലാതെ ഞാനൊരു ഹൗലിൽ വീണിട്ട് ഒഴിവാക്കി എന്ന് എനിക്ക് മറുപടി എങ്ങനെ ഞാൻ പറയാ അല്ലാഹുവിനോട്? ഹൗലിൽ വീണു, ഞാനത് ഒഴിവാക്കി. ഓരോ നാണയത്തുട്ടുകളും കൃത്യമായിട്ട് ചെലവഴിച്ച സമസ്തയുടെ പണ്ഡിതന്മാരെ മാതൃകയാക്കണം. ലോകത്ത് ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിന് പേടിയുണ്ടെങ്കിൽ പണ്ഡിതന്മാരൊക്കെ, സമസ്തയുടെ പണ്ഡിതന്മാർ ഒരു വീണുപോയ 50 പൈസയ്ക്ക് പോലും പടച്ച റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് വിശ്വസിച്ച ആളുകളാണ് ഇന്നും സമസ്തയ്ക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെയുള്ള മഹാന്മാര് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൗഢമായ സദസ്സിലേക്ക് ആളുകൾ കടന്നു വന്നത്. സമസ്തയെ സ്നേഹിക്കുന്നവർ, SKSSFനെ സ്നേഹിക്കുന്നവർ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവർ. അള്ളാഹുവേ, ഞങ്ങളൊന്നും അവരെ പോലെയുള്ള നന്മകൾ ചെയ്തിട്ടില്ലെങ്കിലും നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ് നാളെ മഹ്ശറയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നാളെ മഹ്ശറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പടച്ചോനെ, അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾ സ്നേഹിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ, സിദ്ദീഖ് തങ്ങളെ, ഉമർ തങ്ങളെ, ഉസ്മാൻ തങ്ങളെ, അലി തങ്ങളെ, മഹാന്മാരായ സ്വഹാബാക്കളെ, സമസ്തയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ശംസുൽ ഉലമയെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, ബാഫഖി തങ്ങളെ പോലെ, ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, കോയക്കുട്ടി ഉസ്താദിനെ പോലെ ലോകം കണ്ട മഹാന്മാരായ പണ്ഡിതന്മാരെയൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അവരോടുള്ള സ്നേഹമാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചത്. അവർ ചെയ്ത നന്മകൾ ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹുവേ അവരോട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവരുടെ കൂടെ ഞങ്ങൾ നീ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. അവരൊക്കെ രക്ഷപ്പെടുമ്പോ നീ ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മഹ്ശറാവൻ സഭയിൽ നീ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ മറുപടി വഅൻ മാലിഹി മിൻ ഐന തസബഹു വഫീമ അൻഫഖ, എവിടെ നിന്നാണ് മോനെ നീ അധ്വാനിച്ചത്? എവിടെ നിന്നാണ് നീ ഉണ്ടാക്കിയത്? എവിടെയാണ് ചെലവഴിച്ചത് എന്ന് പടച്ച റബ്ബ് എന്നോട് നാളെ മഹ്ശറാവൻ സഭയിൽ വെച്ച് ചോദിക്കുമ്പോ ഈ നഷ്ടപ്പെട്ടു പോയ 50 പൈസയ്ക്ക് കണക്ക് പറയാൻ ഈ കണ്ണിയത്തിന് സാധിക്കാതെ വന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ അമാന്തിച്ചു നിൽക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ഞാൻ 50 പൈസ പെറുക്കാൻ പറഞ്ഞത്. എന്നിട്ട് 1-2 രൂപ കൊടുത്തതോ അത് ജോലി ചെയ്തതിനുള്ള ശമ്പളമാണ്, വെള്ളത്തിലിറങ്ങിയതിനുള്ള കൂലി കൊടുത്തതാണ് എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താറുണ്ടോ? അള്ളാഹുവിനെ പേടിക്കാറുണ്ടോ? പരിശുദ്ധമായ റമളാനല്ലേ, ഇത് നന്നാവാനുള്ള സമയമാണ്, ഇത് നന്നാവാനുള്ള സമയമാണ്. ഇന്നലെ ജുമഅയ്ക്ക് ഒരു ആയത്ത് വന്നു, പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത്. അത് കേട്ടപ്പോൾ മനസ്സിന് വേദന വന്നു. എന്താണ് ആയത്തിൽ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إن في خلق السماوات والأرض واختلاف الليل والنهار
واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا പടച്ചോനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല പരിശുദ്ധമായ റമളാൻ വെറുതെ തന്നതല്ല നന്നാവാൻ വേണ്ടി തന്നതാണ് അല്ലാഹുവേ ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ അല്ലാഹുവേ ഇതൊന്നും വെറുതെ പടച്ചതല്ല റബ്ബേ എന്നുള്ള ആയത്ത് അല്ലാഹു തആല ഹബീബിന് ഇറക്കി കൊടുത്തു ഹബീബ് കരയാൻ തുടങ്ങി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുറിയിലേക്ക് വന്നു ആയിഷ ബീവിയോട് പറഞ്ഞു ആയിഷ എനിക്ക് നിസ്കരിക്കണം എനിക്ക് ആരാധിക്കണം അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത് റസൂലേ നിങ്ങൾ നിസ്കരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം നിങ്ങൾ ആരാധിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങി അല്ലാഹുവിന്റെ ഹബീബ് കൈകെട്ടി കരയാൻ തുടങ്ങി റുകൂയിൽ ചെന്ന് കരയാൻ തുടങ്ങി സുജൂദിൽ ചെന്ന് കരയാൻ തുടങ്ങി റസൂലുള്ളാഹി തങ്ങളുടെ താടിരോമങ്ങൾ നനയാൻ തുടങ്ങി അല്ലാഹുവിന്റെ ഹബീബിന്റെ സുജൂദിന്റെ സ്ഥലവും നനയാൻ തുടങ്ങി എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബഹി ബാങ്ക് വിളിച്ചതേ അറിഞ്ഞില്ല മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് നിസ്കരിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കരയുന്നതായിട്ട് കാണുന്നത് ലിമ തബ്കി യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഉഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ താങ്കൾക്ക് അല്ലാഹു എല്ലാം പുറത്തു തന്നിട്ടുണ്ടല്ലോ എല്ലാം മാപ്പ് നൽകിയിട്ടുണ്ടല്ലോ ലോകത്തുള്ള ഏറ്റവും ഉന്നതനായ ഉത്കൃഷ്ടനായ വ്യക്തിയാണല്ലോ അങ്ങ് എന്തിനാണ് താങ്കൾ കരയുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വൈലക വൈഹക യാ ബിലാൽ ബിലാലെ എന്താണ് നീ പറയുന്നത് വൈഹക യാ ബിലാലെ എന്താണ് പറയുന്നത് വഖദ് ഉൻസില അലയ്യ ആയ എനിക്കൊരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് അല്ലാഹു എന്നോട് പറഞ്ഞു വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ ഈ ആയത്ത് ഓതുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് നാശം ഈ ആയത്ത് ഓതുകയും ഇതിനെക്കുറിച്ച് ആലോചിക്കാത്ത ആളുകൾക്ക് നാശം ഇത് ഓതി ആലോചിക്കാതെ പോവാണ് 2, 3, 4 ഖത്തം നമ്മൾ ഓതി തീർത്തു പക്ഷേ ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വൈലുൽ ലിമൻ ഖറഅഹാ ഇത് ഓതുകയും എന്നിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ആളുകൾക്ക് നാശം എന്ന് അല്ലാഹു പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് പേടി തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് കരയാൻ തുടങ്ങിയത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചതിൽ വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ലആയാതിൻ ലിഉലിൽ അൽബാബ് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കാതെ മാറ്റം വരില്ല ഇങ്ങനെ ആർക്കോ വേണ്ടി ഓതിപ്പോവാ അലക്ഷ്യമായി ഓതിപ്പോവാ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദാ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ വഅലാ ജുനൂബിഹിം കിടന്നുകൊണ്ടും പടച്ചവനെ ആദരിക്കുന്ന അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത് 7 ആകാശങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചതിനെ കുറിച്ച് അവൻ ചിന്തിക്കുകയാണ് വൽ അർളി വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചത് അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് അയാൾ പറയുന്നു
റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല റബ്ബേ, ഇതൊന്നും വെറുതെ പടച്ചതല്ല, ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി പടച്ചു. ആകാശം നമ്മൾക്ക് വേണ്ടി, സമുദ്രങ്ങൾ നമ്മൾക്ക് വേണ്ടി, ഭൂമി നമ്മൾക്ക് വേണ്ടി. നതൂ ജമീൻ കേ ലിയേ ന ആസ്മാൻ കേ ലിയേ, ജമീൻ ഹേ തെരേ ലിയേ നതൂ ജമീൻ കേ ലിയേ. ഭൂമി നിനക്കുള്ളതല്ല, ഭൂമി നിനക്കുള്ളതാണ്. ആകാശം നിനക്കുള്ളതാണ്, പർവ്വതങ്ങൾ നിനക്കുള്ളതാണ്, സമുദ്രങ്ങൾ നിനക്കുള്ളതാണ്. ഇവിടെ കാണുന്ന പറവകളും പക്ഷികളും മൃഗങ്ങളും എല്ലാം നിനക്ക് വേണ്ടി പടച്ച റബ്ബുനാൻ പടച്ച റബ്ബ് സൃഷ്ടിച്ചു തന്നു. ഖലഖലകും മാ ഫിൽ അർളി ജമിയാ, എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. എന്തിന്? നന്ദി ചെയ്യാൻ വേണ്ടി. നതൂ ജമീൻ കേ ലിയേ, നിന്നെ സൃഷ്ടിച്ചത് ഭൂമിക്ക് വേണ്ടിയിട്ടല്ല, ഭൂമിയുടെ ആവശ്യത്തിനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. ആകാശത്തിന്റെ ആവശ്യത്തിനല്ല നമ്മൾ സൃഷ്ടിച്ചത്, മൃഗങ്ങളുടെ ആവശ്യത്തിനല്ല നമ്മൾ സൃഷ്ടിച്ചത്. മറ്റുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത് നമ്മൾക്ക് വേണ്ടിയാണ്. ആ റബ്ബിനെ കുറിച്ചല്ലാതെ ആരെ കുറിച്ചാണ് ഓർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനക സുബ്ഹാനക, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ പരിശുദ്ധയാക്കുന്നു. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ നീ ഞങ്ങൾ എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അതിഖ്നാ മിനന്നാർ وأدخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. മഹ്ശറാവൻ സഭയിലേക്ക് ആളുകളെല്ലാം പോകുന്ന രംഗമുണ്ട്. ഖബറിൽ നിന്ന് ഖുർആൻ ഓതിക്കൊണ്ട് മരിച്ചാൽ ഖുർആൻ ഓതുന്നവരായിട്ടാണ് അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് പോവുക. ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ടാണ് പോവുക. സിനിമ കണ്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ സിനിമ കണ്ട് ഹറാം ചെയ്തുകൊണ്ടാണ് പടച്ച റബ്ബിന്റെ അടുത്തേക്ക് പോവുക. വ്യഭിചരിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ടാണ് പടച്ച റബ്ബിന്റെ അടുത്തേക്ക് പോവുക. ഉംറ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതെങ്കിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ അടുത്തേക്ക് കടന്നു പോകും. ദിക്ർ ചൊല്ലുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകും. യുദ്ധം ചെയ്ത് രണാങ്കണത്തിൽ മരിച്ചുപോയ ഷഹീദ് തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റിയിറ്റി വീഴുന്നുണ്ട്. രക്തത്തിന്റെ കളർ ചുവപ്പ് തന്നെയാണ്, പക്ഷേ അതിന്റെ വാസന കസ്തൂരിയുടെ വാസനയാണ്. ഇങ്ങനെ പടച്ച റബ്ബിന്റെ അടുത്തേക്ക് പോകും. ചില ആളുകൾ വാഹനങ്ങളിലൂടെ ഓടിപ്പോകും. ഹാഹുനാ തുഹ്ശറൂൻ ഹാഹുനാ തുഹ്ശറൂൻ ഹാഹുനാ തുഹ്ശറൂൻ, നിങ്ങൾ എവിടെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന്. ഇന്ന് ഫലസ്തീനും ഇന്ന് സിറിയയും എല്ലാം ഒരുമിച്ച് കൂടുന്ന ആ ഒരു ഷാമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഹാഹുനാ തുഹ്ശറൂൻ, അവിടെയാണ് നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന്. മഹ്ശറാവൻ സഭ ഫലസ്തീനും സിറിയയും അടങ്ങുന്ന ആ ഒരു സ്ഥലമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് ആഖിറത്തിലുള്ളത് വേറെയാണ്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഭൂമിയും ആകാശങ്ങളും അങ്ങുമിങ്ങും കൂട്ടിമുട്ടി ഒന്നുമല്ലാതെയായി മാറും. ആ ഒരു പൊസിഷൻ ആയിരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ അടുത്തേക്ക് നന്മ ചെയ്ത ആളുകൾ മൃഗത്തിലൂടെ വാഹനത്തിലൂടെ അതിവേഗം കടന്നു പോകും. തെറ്റ് ചെയ്ത ആളുകൾ, പലിശ തിന്നുന്ന ആളുകളുടെ രംഗം പറയുന്നുണ്ട്. പലിശ തിന്നുന്ന ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 12 മണിയായി ഏകദേശം. ഇൻഷാ അല്ലാഹ് ഇനി മാക്സിമം പോയ ഒരു അരമണിക്കൂർ. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് രോഗികൾക്കുള്ള ചികിത്സയും വേണം, പിന്നെ അതിനുള്ള സാമ്പത്തിക സഹായം വേണം, പിന്നെ വാല് നിർത്തണം, ദുആ ചെയ്യണം, പിരിയണം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا. ഒരു ദിവസം വേള കഴിഞ്ഞ് പോകുമ്പോൾ മാഹിയിലൂടെ പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ കിടന്നിട്ടുണ്ട്. അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടന്ന് ഒരു അലക്ഷ്യമായൊരു ബോധമില്ല, കള്ളും കുടിച്ച് കിടക്കാണ്. മുസ്ലിമായിരിക്കണമെന്നില്ല. മാഹിയുടെ ആ പാലം കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം ഇങ്ങനെ കിടന്നിട്ട് നട്ടുച്ചയ്ക്ക് നമുക്ക് രാത്രി ഉറക്കം വരും, ഫാനില്ലാതെ രാത്രി കള്ളും കുടിച്ചിട്ട് ഉറങ്ങാണ്, ബോധമില്ല എന്തെന്ന് എവിടെ എന്നും. അപ്പൊ അതുപോലെ ഇവരെ പോലെ ആയിരിക്കും നാളെ മഹ്ശറിലേക്ക് പോവുക. ആര്? പരിശുദ്ധ നിന്ന ആളുകൾ.
അല്ലദീന യഅകുലൂന അദ്ദിബാ, പ്രഭാതം മുതൽ തിന്മയിലേക്ക് പോവാതെ നന്മയിലേക്ക് അവന്റെ നെറ്റിത്തടങ്ങൾ, അവന്റെ പുറങ്ങൾ ഈ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ഈയത്താലുള്ള ആ ഒരു പലക കൊണ്ടുവന്ന് ശരീരമാകെ പൊള്ളിച്ചു കളയും. എന്നിട്ട് ഇത് തണുത്തു പോയാൽ വീണ്ടും അത് കൊണ്ടുപോയി നരകത്തിലിട്ട് അല്ലാഹു ചൂടാക്കും. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഏതുവരെ അല്ലാഹു റബ്ബ് ഒരു തീരുമാനമെടുക്കുന്നത് വരെ മഹ്ശറാബൻ സബയിൽ യുഖ്ലാ ബൈനൽ ഇബാദി ഫയറാ സബീലഹു അം ഇലൽ ജന്നതി അം ഇലൻ നാർ. നരകത്തിലേക്കാണോ? നരകത്തിന്റെ ശിക്ഷയല്ല ഈ പറഞ്ഞത്, മഹ്ശറയിലുള്ള ശിക്ഷയാണ്. നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് സകാത്ത് കൊടുക്കാത്ത ആളുകളെ ഒരു ഇരുമ്പിന്റെ വലിയൊരു പലകയാക്കി അത് തീയിലിട്ട് ചൂടായി, എന്നിട്ട് ഇങ്ങനെ തീപ്പൊരി കൊള്ളുന്ന, തൊട്ടാൽ അനക്കാനും മാറ്റാനും പറ്റുന്ന ഇരുമ്പിന്റെ ചുട്ടുപൊള്ളുന്ന ഇരുമ്പിനെ ശരീരത്തിലേക്ക് അല്ലാഹു അണിയിക്കും. എന്നിട്ട് ചുട്ടുപൊള്ളുന്ന വിയർത്ത് നമ്മളിങ്ങനെ തോലുപോയി ശരീരം ആകെ ശുഷ്കിച്ച് ഇത് തണുത്തു പോകുമ്പോൾ വീണ്ടും കൊണ്ടുവന്ന് ശിക്ഷിക്കുമെന്ന്. ഇത് ആരുടേതാണ്? സകാത്ത് കൊടുക്കാൻ മടിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ ഒരാൾ ഒരു ഇൽമ് ചോദിച്ചു വന്നാൽ, പഠിക്കാൻ വേണ്ടി ഒരാൾ അടുത്ത് വന്നു, പഠിപ്പിക്കാതെ തിരിച്ചയച്ചാൽ, എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു വന്നു, അറിയുന്ന ഇൽമ് ഒരാൾ മറച്ചു വെച്ചാൽ, അറിയുന്ന ഇൽമ് ഒരാൾ പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ചാൽ, അന്ത്യനാളിലുള്ള ഖിയാമത്ത് നാളിലുള്ള നരകത്തിന്റെ ഒരു മൂക്കുകയർ കൊണ്ടുവന്നുകൊണ്ട് അയാൾ അല്ലാഹു കടിഞ്ഞാണിടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിബ്ലയുടെ ഭാഗത്തേക്ക് ഒരാൾ തുപ്പിയാൽ അന്ത്യനാളിലെ ആൾ വരുന്നത് സ്വന്തം കണ്ണിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടേ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഖദ മിനൽ അർളി ശൈആ, മറ്റൊരാളുടെ ഭൂമിയിൽ നിന്ന് ഒരംശമോ ഒരിഞ്ചോ നമ്മൾ എടുത്തു പോയാൽ ഖുസിഫ ബിഹി യൗമൽ ഖിയാമ ഇലാ സബഇ അർളീൻ, ജീവനോടെ തന്നെ അല്ലാഹു 7 ഭൂമികൾക്കിടയിലേക്ക് നിന്നെ വിഴുങ്ങിക്കളയും. എന്ന് മാത്രമല്ല, അയ്യുമാ റജുലുൻ വലമ ശിബ്റൻ മിനൽ അർളി, ഭൂമിയിൽ നിന്നൊരു ചാണ് സ്വന്തമായിട്ടെടുത്താൽ, മറ്റുള്ളവന്റേത് അപഹരിച്ചാൽ അല്ലാഹു അയാളോട് പറയും, ആ ഭൂമി എത്രയാണോ എടുത്തത്, ഭൂമി താഴോട്ട് സ്വന്തമായിട്ട് കുഴിക്കാൻ പറയും. അയാൾ കുഴിച്ച് 7 ഭൂമിയുടെ താഴേക്കെത്തുമ്പോ അതെല്ലാം അവന്റെ കഴുത്തിലേക്ക് ആഭരണമായി അല്ലാഹു അണിയിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.